ഇനി നമ്മൾ പുതിയൊരു ബ്ലോക്കാണ് തുടങ്ങുന്നത്. ദാറ്റ് ഈസ് ബ്ലോക്ക് 2, യൂണിറ്റ് 5, പെർഫോമൻസ് ഓഫ് അഗ്രികൾച്ചറൽ സെക്ടർ. ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ സോഷ്യൽ വെൽഫെയർ ആ ലാസ്റ്റ് കുറച്ച് 1-2 പോർഷൻ ഉണ്ട്. അതിനകത്ത് ഇതുപോലെ തന്നെ സോഷ്യൽ വെൽഫെയർ, സാമൂഹ്യ സുരക്ഷിതത്വം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ചില നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിന്റെ പുറകെ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾ നമുക്ക് എടുത്ത് തീർക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്. മനസ്സിലായോ? ഓരോ ആക്റ്റും ഇപ്പൊ മെറ്റേണിറ്റി ബെനിഫിറ്റ് എങ്ങനെയാണ് കൊടുക്കുന്നത്, പിന്നെ PF, ESI ബെനിഫിറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് നമ്മളിപ്പോ അഗ്രികൾച്ചറൽ സെക്ടർ കഴിഞ്ഞ ആദ്യത്തെ നമ്മുടെ BC 145 അത് ആ ബുക്കിനകത്ത് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ കാർഷിക മേഖലയെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം കാർഷിക മേഖലയുടെ പ്രാധാന്യം. കാരണം ഏറ്റവും പ്രധാനമായിട്ട് അതിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാജ്യത്തിന്റെ ദാരിദ്ര്യം ഒരു പരിധി വരെയും അവർക്ക് കുറക്കാനുണ്ട്. പോവർട്ടി അലിവിഷൻ, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. അതുപോലെ തന്നെ എംപ്ലോയ്മെന്റിലാണ് ഇപ്പോഴും താമസിക്കുന്നത്. 2011 സെൻസസ് അനുസരിച്ച് ഇപ്പോഴും ഏകദേശം 68% നിയർലി 70% ആളുകളും ഗ്രാമത്തിലാണ് ഗ്രാമപ്രദേശങ്ങളിലാണ് താമസിക്കുന്നത്. Therefore, these people have to be sustained. അവിടെ വലിയ വ്യവസായങ്ങളൊന്നുമില്ല. കൂടി വന്നിട്ടുണ്ടെങ്കിൽ ചില ആഗ്രോ ബേസ്ഡ് കാർഷിക മേഖലയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ചില വ്യവസായ സ്ഥാപനങ്ങൾ, പനമ്പ് നെയ്യല, കൊട്ട നെയ്യല, അതുപോലെ തന്നെ ചെറിയ ചെറിയ സ്മോൾ യൂണിറ്റുകൾ, അതുപോലത്തെ സ്ഥാപനങ്ങളുണ്ടാവും. അവിടെയെല്ലാം ഗ്രാമത്തിലുള്ള എല്ലാ ആളുകൾക്കും ജോലിയൊന്നും കൊടുക്കാൻ പറ്റൂല. അപ്പൊ ഗ്രാമങ്ങളിൽ പ്രത്യേകിച്ച് തൊഴിൽ സാധ്യതകൾ കൊടുക്കണമെങ്കിൽ കാർഷിക മേഖല യഥാർത്ഥത്തിൽ വികസിക്കണം. അതുപോലെ തന്നെ ഫോറിൻ എക്സ്ചേഞ്ച് നമുക്ക് കിട്ടുന്നുണ്ട്. ഇഷ്ടംപോലെ നമ്മൾ അഗ്രികൾച്ചറൽ കമ്മോഡിറ്റീസ് മറ്റു രാജ്യങ്ങളിലേക്ക് നമ്മൾ കയറ്റിയെടുക്കുന്നുണ്ട്. നമുക്കറിയാം, കയറ്റിയെടുക്കുമ്പോൾ മറ്റു രാജ്യങ്ങളിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള വിദേശ നാണയം നമ്മൾക്ക് കിട്ടുകയും ചെയ്യും. നമുക്കറിയാം 50% ആളുകളുടെയും മെയിൻ സോഴ്സ് ഓഫ് എംപ്ലോയ്മെന്റ് ആൻഡ് മെയിൻ സോഴ്സ് ഓഫ് ലൈവ്ലിഹുഡ്, ഒരു ഉപജീവന മാർഗത്തിന് കാർഷിക മേഖലയാണ് നമ്മൾ ആശ്രയിക്കുന്നത്. അതുകൊണ്ടാണ് അഗ്രികൾച്ചർ ഇന്ത്യയുടെ എക്കോണമിയുടെ ബാക്ക് ബോൺ ആണെന്ന് നമ്മൾ പറയുന്നതിന്റെ കാര്യം അതാണ്. ഇനി അഗ്രികൾച്ചറിന്റെ കോൺട്രിബ്യൂഷൻ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിലേക്ക്, നമ്മുടെ മൊത്തം ആഭ്യന്തര ഉൽപ്പന്നത്തിലേക്ക് കാർഷിക മേഖലയുടെ സംഭാവന കുറഞ്ഞു വരികയാണെങ്കിൽ തന്നെ ഇപ്പോഴും വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണ് നമ്മളുടെ കൃഷിക്ക് ഇന്ത്യയിലുള്ളത്. കാരണം എന്താണ്? ഇറ്റ് ഹാസ് ബിക്കോസ് ഓഫ് ഇറ്റ്സ് ലിങ്കേജ് വിത്ത് ഇക്കണോമിക് ആക്ടിവിറ്റീസ്. കാർഷിക മേഖല മറ്റു മേഖലകളായിട്ട്, വ്യവസായ മേഖലയും സേവന മേഖലകളായിട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള ലിങ്കേജ് ഉള്ളത് കൊണ്ട്, കണക്ഷൻ ഉള്ളത് കൊണ്ട് ഇപ്പോഴും കാർഷിക മേഖലയുടെ ഇത് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭാവന നമ്മുടെ ദേശീയ വരുമാനത്തിലേക്കോ അല്ലെങ്കിൽ നമ്മളുടെ GDP-യിലേക്കോ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴും കാർഷിക മേഖലയ്ക്ക് അതിൻ്റെതായിട്ടുള്ള സ്ഥാനം ഇന്ത്യയിൽ ധാരാളം തന്നെ ഉണ്ട്. എന്താണ്? ഒരു രാജ്യത്തിന്റെ വളർച്ചയുടെ ഡിറ്റർമിനേഷൻ ഗ്രോത്ത് റേറ്റ് ഓഫ് ദ ഇക്കോണമി, അതുപോലെ തന്നെ അഗ്രിഗേറ്റ് ഡിമാൻഡ്, ഇതെല്ലാം ആ രാജ്യത്തിന്റെ കാർഷിക മേഖലയുടെ വളർച്ചയുടെ അടിസ്ഥാനമാക്കിയിരിക്കും. നമ്മൾ പറഞ്ഞു, there is a close linkage between aggregate demand and aggregate output. ആവശ്യത്തിനുള്ള മൊത്തമായിട്ടുള്ള ഡിമാൻഡും മൊത്തമായിട്ടുള്ള ഔട്ട്പുട്ടും തമ്മിൽ ക്ലോസ് ആയിട്ടുള്ള ഒരു റിലേഷൻസ് ഉണ്ട്. അതിന്റെ കാരണം എന്താണ്? കാരണം മനസ്സിലായോ? ഏതോ ഒരു ഇക്കോണമിസ്റ്റ്, ഐ ഡോണ്ട് റിമെമ്പർ, ഏതെല്ലാം വർഷങ്ങളിൽ, ശ്രദ്ധിച്ചോണം നിങ്ങളുടെ ഈ ബുക്കിനകത്തുള്ള ഏതെല്ലാം വർഷങ്ങളിൽ കാർഷിക മേഖല നല്ലോണം പെരുമാറാൻ, അല്ലെങ്കിൽ they could perform well, നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ വർഷങ്ങളിലെല്ലാം വ്യവസായ മേഖലകളും സേവന മേഖലകളും നല്ല രീതിയിൽ കൂടി പ്രവർത്തിച്ചു പോയിട്ടുണ്ട്. അപ്പൊ കാർഷിക മേഖലയുടെ അടിസ്ഥാനമായിട്ട്, കാരണം വ്യവസായ സ്ഥാപനങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ മേടിക്കണമെങ്കിൽ, സേവന മേഖലകളുടെ ആശ്രയം നമ്മൾ കാർഷിക മേഖലയിൽ ഉള്ള ആളുകൾക്ക് മേടിക്കണമെങ്കിൽ അവർക്ക് പണം വേണം. അപ്പൊ ഏതെല്ലാം വർഷങ്ങളിൽ ഈ കാർഷിക മേഖല നല്ലോണം അവർക്ക് നല്ല രീതിയിൽ കൂടി അവർക്ക് പെർഫോം ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ ആ വർഷങ്ങളിലെല്ലാം വ്യവസായ മേഖലയുടെയും സേവന മേഖലയുടെയും വളർച്ച അതനുസരിച്ച് ഗണ്യമായിട്ട് തന്നെ വർദ്ധിച്ചിട്ടുണ്ട്. ഇനി അപ്പോൾ നമ്മൾ പറഞ്ഞ എന്താണ്? there is an interdependent, ഈ 3 മേഖലകളും ഇന്റർഡിപെൻഡന്റ്. കാർഷിക മേഖല, വ്യവസായ മേഖല, സേവന മേഖല, ഇതെല്ലാം
വളരെ ക്ലോസ് ആയിട്ടുള്ള ഇന്റർ ഡിപ്പെൻഡന്റ് ആണ്. ആൻഡ് ഇത് മൂന്നും ആ ഇന്റർ ഡിപ്പെൻഡൻസി ഇറ്റ് വിൽ ഡിറ്റർമിൻ ദ ഓവറോൾ ഗ്രോത്ത് ഓഫ് GDP. ദെൻ ഞാൻ പറഞ്ഞു 68% ജനങ്ങളും ഇന്ത്യയിൽ താമസിക്കുന്നത് ഇപ്പോഴും ഗ്രാമപ്രദേശങ്ങളിലാണ്. അവരുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ലൈവ്ലിഹുഡിന്റെ സോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഫ്രം ദി അഗ്രികൾച്ചറൽ സെക്ടർ. അപ്പൊ അഗ്രികൾച്ചറൽ സെൻസസ് 2011 സെൻസസ് ഇതാണ് പറയുന്നത്. ദെൻ അഗ്രികൾച്ചർ സെക്ടർ കണ്ടിന്യൂസ് ടു ബി, പക്ഷേ ഇത്രയും വലിയ പ്രാധാന്യം 68% ജനങ്ങൾ ഇപ്പോഴും കാർഷിക മേഖലയിൽ തന്നെ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ പോലും മനസ്സിലായോ, ഇറ്റ് ഈസ് ആക്ച്വലി പ്ലേഗ്ഡ് വിത്ത് എ ലോട്ട് ഓഫ് പ്രോബ്ലംസ്. കാർഷിക മേഖലയിൽ നമ്മൾക്ക് ധാരാളം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. ആദ്യമായിട്ട് നമുക്ക് പറയാം അഗ്രികൾച്ചർ സെക്ടർ ഇൻ ഇന്ത്യ. ഇത് ആദ്യം നമ്മൾ പറഞ്ഞ ഒരു ഇൻട്രഡക്ഷനാണ്. ഇനി അഗ്രികൾച്ചറൽ സെക്ടർ നമ്മൾക്കറിയാം ദ ഡിക്ലൈൻ. അഗ്രികൾച്ചറൽ സെക്ടറിന്റെ ഷെയർ 53%, 1951 53% ആയിരുന്നത് 2014 ആയപ്പോൾ അത് വെറും 14% ആയിട്ട് കുറഞ്ഞു. അതിന്റെ അർത്ഥം ഇന്ത്യയിൽ കാർഷിക ഉൽപ്പന്നങ്ങൾ കാര്യമായിട്ട് കുറഞ്ഞിട്ടൊന്നുമില്ല. കാർഷിക മേഖലയുടെ ഉൽപ്പന്നം കാര്യമായിട്ട് നമ്മൾക്ക് അത് കുറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ ദേശീയ വരുമാനത്തിലേക്കുള്ള കോൺട്രിബ്യൂഷൻ 53% നിന്ന് 14% കുറഞ്ഞു. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഷെയർ ഓഫ് ഇൻഡസ്ട്രി, ഷെയർ ഓഫ് അതേപോലെ തന്നെ സർവീസ് സെക്ടർ, ഇതെല്ലാം ഇൻഡസ്ട്രിയൽ സെക്ടർ 26% ആയിട്ട് വർദ്ധിച്ചു. 17 നിന്ന് 26 വർദ്ധിച്ചു. സേവന മേഖലകൾ ഏറ്റവും കൂടുതൽ വർധന. ഞാൻ പറഞ്ഞില്ലേ, ആസ് ആൻ ഇക്കോണമി ഡെവലപ്സ്, മറന്നു പോയിട്ടുണ്ടായിരുന്നത്, ആസ് ആൻ ഇക്കോണമി ഡെവലപ്സ് there is a shift of the population from the primary sector to the secondary sector and from the secondary sector to the tertiary sector. പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രൈമറി സെക്ടറിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ സെക്കൻഡറി സെക്ടറിൽ വ്യവസായ മേഖലയിലോട്ടുള്ള പോകുന്നത്. അവർ ബൈപ്പാസ് ചെയ്ത് വ്യവസായ മേഖലയിൽ ബൈപ്പാസ് ചെയ്ത് അവർ നേരെ പോയത് സേവന മേഖലയിലോട്ടായി പോയത്. അപ്പോൾ അത് കാരണം കോൺട്രിബ്യൂഷൻ അതനുസരിച്ച് ഗണ്യമായിട്ട് വർദ്ധിക്കുകയും ചെയ്തു. ഇത് ഈ കാലയളവിൽ 51 തൊട്ട് 2014 വരെയല്ല. ഇനി അഗ്രികൾച്ചറൽ സെക്ടറിന്റെ കോൺട്രിബ്യൂഷൻ GDPയിലേക്ക് കുറയാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഒന്ന്, ട്രഡീഷണൽ മീൻസ് ഓഫ് കൾട്ടിവേഷൻ. പരമ്പരാഗതമായിട്ട് രീതിയിൽ കൂടിയല്ല കൃഷി ഒന്നും വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടത്തെ ചാവാഴ്ച 2 കാളകളും മനസ്സിലായ കലപ്പ പോലത്തെ ഏതോ ഒരു അയൺ പീസ് വെച്ചുകൊണ്ട് അവര് they can only scratch the soil. കൃഷി നല്ലോണം കൃഷി നടത്തണമെങ്കിൽ നമുക്ക് ആ സോയിൽ നമ്മൾ ഉഴുകണം, മറിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അതിന്റെ ഫലപുഷ്ടി വ്യക്തമായിട്ട് കിട്ടാൻ സാധിക്കുള്ളൂ. ഇപ്പോഴും നമ്മൾ പരമ്പരാഗതമായിട്ട് രീതിയിലാണ് നമ്മൾ കൃഷിയെ ആശ്രയിക്കുന്നത്. അതുപോലെ തന്നെ ഡിപ്പെൻഡൻസ് ഓൺ ദ മൺസൂൺ. നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് അഗ്രികൾച്ചർ ഇൻ ഇന്ത്യ ഈസ് എ ഗാമ്പിൾ. ഗാമ്പിൾ മീൻസ് ചൂതുകളി. ചിലപ്പോൾ ജയിക്കും, ചിലപ്പോൾ ജയിക്കൂല. കാരണം നേരത്തെ വന്നാലും മോശം, താമസിച്ച് വന്നാലും മോശം, കുറച്ച് വന്നാലും മോശം, കൂടുതൽ വന്നാലും മോശം. മനസ്സിലായോ? അപ്പൊ ഇത് ഷോർട്ടേജ് പോലെ ഒരു ലോട്ടറി പോലെയാണ്, ഒരു ഗ്യാമ്പിളാണിത്. ഇത് ഗ്യാമ്പിളിങ്. അപ്പൊ ചിലപ്പോൾ വി ഹാവ് ടു ഓവർ ഡിപ്പെൻഡൻസ് ഉണ്ട്. കാരണം എന്താണ്? നമുക്ക് ഇറിഗേഷൻ ഫെസിലിറ്റീസ് കാര്യമായിട്ട് ഇവിടെ ഇല്ല. മൂന്നാമത് ചെറിയ ചെറിയ ലാൻഡ് ഹോൾഡിങ്സ് ആണ്. അത് ഈ പിന്തുടർച്ച അവകാശം ഇന്ത്യയിലുള്ളത് കാരണം ഓരോ ജനറേഷൻ, ഓരോ കുടുംബം ഇതുപോലെ തന്നെ പ്രായമാകുമ്പോൾ അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ട് നിലവിലുള്ള സ്ഥലം വീണ്ടും വിധിച്ച് കൊടുക്കും. അവര് വീണ്ടും പ്രായമാകുമ്പോൾ അവരുടെ സ്ഥലം വീണ്ടും മക്കൾക്ക് വിധിച്ച് കൊടുക്കും. ചിലവരത് വിറ്റുകൊണ്ട് പോകും, ചിലവർ കാർഷിക മേഖലയായിട്ട് തന്നെ അത് ഉൾപ്പെടുത്തുകയും ചെയ്യും. അങ്ങനെ ഉള്ള ഭൂമി ഛിന്ന ഭിന്നമായി പോകുന്നത്, അതാണ് സ്മോൾ ലാൻഡ് ഹോൾഡിങ്സ് എന്ന് പറയുന്നത്. പിന്നെ ലോ പ്രൊഡക്ടിവിറ്റി, എന്ത് ചെയ്തിട്ടും ഉൽപാദനം ഗണ്യമായിട്ട് വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. റിഡ്യൂസ് സബ്സിഡി. IMFന്റെ വേൾഡ് ബാങ്കിന്റെ ആദ്യത്തെ നിബന്ധന മനസ്സിലായോ? ഇന്ത്യയിൽ ആദ്യമായിട്ട് അണിയേൺഡ് അല്ലെങ്കിൽ പിന്നെ എന്താണ് സബ്സിഡികൾ ഗണ്യമായിട്ട് കുറക്കുക. സബ്സിഡികൾ കൊണ്ട് യാതൊരു കാരണവശാലും സബ്സിഡി കൊടുക്കാൻ പാടില്ല. സബ്സിഡി കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ ജോലി ചെയ്യില്ല, എഫിഷ്യൻസി ഉണ്ടാവില്ല. ഗവൺമെന്റിൽ നിന്ന് കിട്ടാനായിട്ടുള്ള സബ്സിഡിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കും. നേരെ മറിച്ച് അവരുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രയത്നം ഉണ്ടാവില്ല. പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടോ, ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടോ, ക്വാണ്ടിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടോ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവില്ല. അപ്പോൾ വ്യവസായ സ്ഥാപനത്തിനാണെങ്കിലും കാർഷിക മേഖലയ്ക്കാണെങ്കിലും അവരുടെ ആദ്യത്തെ ഒരു നിബന്ധനയാണ് ഡോണ്ട് ഗീവ് സബ്സിഡീസ് ടു എനിബഡി, ലെറ്റ് ദം വർക്ക് ഹാർഡ്.
ഇത്ര നാൾ ഇന്ത്യ കൊടുത്തിരുന്ന വെച്ചത്, ഇന്ത്യയിൽ സബ്സിഡി കൊടുത്തിരുന്ന വെച്ചാൽ ഇളവ് കൊടുത്തെന്ന് വെച്ച കാര്യം എന്താണ്? ഇൻഫന്റ് ഇൻഡസ്ട്രി ആർഗ്യുമെന്റ്. ഇൻഫന്റ് ഇൻഡസ്ട്രി ആർഗ്യുമെന്റ് മീൻസ് ഇന്ത്യയിൽ വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങിയത് വളരെ ലേറ്റ് ആയിട്ടാണ്. 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ അതിനുശേഷമാണ് വ്യവസായീകരണത്തിൽ നമ്മൾ തുനിഞ്ഞത്. നേരെ മറിച്ച് ഡെവലപ്ഡ് രാജ്യങ്ങളിലൊക്കെ വളരെ കഴിഞ്ഞ നൂറ്റാണ്ടിലൊക്കെ തന്നെ വ്യവസായീകരണം വളരെ ശക്തമായിട്ട് തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ ആ കൊച്ചുകുട്ടിയെ നമ്മൾ സംരക്ഷിക്കുന്ന പോലെ ഇന്ത്യൻ വ്യവസായങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നയമായിരുന്നു ഇന്ത്യ രൂപീകരിച്ചത്. അതുപോലെ കാർഷിക മേഖലയ്ക്ക് അങ്ങനെ തുടങ്ങി. അപ്പൊ ആദ്യത്തെ നിബന്ധനയാണ് IMFന്റെ, വേൾഡ് ബാങ്കിന്റെ, നിങ്ങൾക്ക് പൈസ തരാം, നിങ്ങൾക്ക് ഞങ്ങൾ ലോൺ തരാം, പക്ഷെ യാതൊരു കാരണവശാലും കാർഷിക മേഖലയ്ക്ക് സബ്സിഡി കൊടുക്കാനായിട്ട് പാടില്ല. ഇത് കൂടാതെ എന്താണ് ഇൻഎഡ്യൂക്കേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇൻഫ്രാസ്ട്രക്ചർ, ഗ്രാമപ്രദേശങ്ങളിൽ റോഡ്, ഇതെല്ലാം വളരെ വളരെ താറുമാറായി കിടക്കുന്നതാണ്. പലപ്പോഴും പല മേഖലകളിൽ സീസണൽ റോഡുകളാണ്. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് കേരളത്തിലെ കുട്ടികൾ ആലോചിക്കുമ്പോൾ നമ്മൾ മറ്റ് സ്റ്റേറ്റുകളൊക്കെ കേരളം പോലെ എന്ന് വിചാരിക്കരുത്. കാരണം മറ്റ് പല കാർഷിക മേഖലയിൽ ഉള്ള മറ്റ് സ്റ്റേറ്റുകളിൽ കൂടുതൽ കാർഷിക മേഖല അല്ലെങ്കിൽ കാർഷിക കൃഷി ഇടങ്ങളിലോട്ട് പോകുന്ന സ്ഥലങ്ങളിലെല്ലാം സീസണൽ റോഡുകളാണ്. മഴക്കാലത്ത് ഒട്ടും തന്നെ പോകാൻ പറ്റില്ല. വേനൽക്കാലത്ത് റോഡുകൾ എന്നൊക്കെ പറഞ്ഞാൽ വളരെ പരിമിതമായിട്ട് റോഡുകളാണ്. ഇതെല്ലാം ആ കാർഷിക മേഖലയെ കാര്യമായിട്ട് സ്വാധീനിക്കും, കാര്യമായിട്ട് അതിനെ അഫക്റ്റ് ചെയ്യും. കാരണം എന്താണ്? ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നം ദൂരെയുള്ള വിപണിയിൽ കൊണ്ട് വിൽക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. കാരണം എന്താ? ഇത് ദൂരെ കൊണ്ടുപോകാനായിട്ട് റോഡില്ല. അപ്പൊ അവിടെ തന്നെ അവര് കിട്ടുന്ന വിലയ്ക്ക് വിറ്റ് തീർക്കും. അതിനെ പറഞ്ഞത് ഡിസ്ട്രസ് സെയിൽ എന്ന് പറയും. ഡിസ്ട്രസ് സെയിൽ. അവിടെ തന്നെ അവർ കൊണ്ട് അത് വിറ്റ് തീർക്കുക, അവിടെ തന്നെ വിറ്റ് തീർക്കാനായിട്ട്. നേരെ മറിച്ച് ഈ മണി ലെൻഡേഴ്സും വലിയ ലാൻഡ് ലോഡ്സും അവർക്ക് ഇതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാകും. അവർക്ക് ട്രാക്ടർ ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് അവർ മൊത്തം ഇത് മേടിക്കും. വളരെ വിറക്കുറച്ച് മേടിച്ചിട്ട് ദൂരെ സ്ഥലങ്ങളിൽ കൊണ്ട് അവർ കൊണ്ട് വിൽക്കാനായിട്ട് സാധിക്കും. നമുക്കറിയാം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞ് ഏകദേശം 10% ഉൽപ്പന്നം വെറുതെ നശിച്ചു പോവുകയാണ്. അതിന്റെ കാരണം എന്താണ്? ആവശ്യമായിട്ട് അവർക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഈ ഉറുമ്പ്, അതുപോലെ ചിതല്, ഇതെല്ലാം എടുത്ത് ഈ ഉൽപ്പന്നങ്ങൾ മഴ വീഴുമ്പോൾ ഇതെല്ലാം ചിതലെടുത്ത് പോവുകയാണ്. കാരണം ഇത് സ്റ്റോർ ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങളില്ല. ഇതെല്ലാം വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങളാണ്. നേരെ മറിച്ച് ഇനി പറഞ്ഞത് പിന്നെ 2051 തൊട്ട് 2011 വരെ the primary sector grew at an average rate of 2.8%, while secondary sector grew and tertiary sectors grew at an annual rate of 6%. The decline, agriculture sectorന്റെ ഡിക്ലൈനിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? It is not only due to the slow growth of agriculture sector but also because of the fast growth of secondary and tertiary sector. അപ്പൊ അഗ്രികൾച്ചർ സെക്ടറിന്റെ വളർച്ചയുടെ തോത് കുറയാനായിട്ട് ഒരു കാര്യം കൂടെ. അഗ്രികൾച്ചർ സെക്ടറിന്റെ ഗ്രോത്ത് കുറഞ്ഞത് മാത്രമല്ല, മറ്റു 2 മേഖലകളും ഗണ്യമായിട്ട് കാര്യമായിട്ട് അവർക്ക് പിന്നെ ഫാസ്റ്റർ റേറ്റിന് അവർക്ക് ഗ്രോ ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്തു. ഇനി അഗ്രികൾച്ചറിന്റെ GDPയിലേക്കുള്ള ഷെയർ യഥാർത്ഥത്തിൽ കുറഞ്ഞു വരികയാണെങ്കിലും നമ്മളുടെ കാർഷിക മേഖലയുടെ ഉൽപ്പന്നം ഏകദേശം 6 മടങ്ങ് കണ്ടാണ് ഇന്ത്യയിൽ 51-നും 2018-നും ഇടക്ക് യഥാർത്ഥത്തിൽ വർദ്ധിച്ചത്. കാരണം ഇനി കുറെ കണക്കുകൾ പറഞ്ഞാൽ 51 മില്യൺ ടൺസും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുകയാണ്. മനസ്സിലായോ? മിൽക്ക് പ്രൊഡക്ഷൻ കാര്യമായിട്ടുണ്ടായി, എഗ് പ്രൊഡക്ഷൻ കാര്യമായിട്ടുണ്ടായി, ഫിഷ് പ്രൊഡക്ഷൻ കാര്യമായിട്ടുണ്ടായി. മനസ്സിലായോ? ഇനി ഇതിനകത്ത് പറഞ്ഞത് 1960-കളിൽ ഇതാണ് ഇവിടെ വരുന്നത്. ഇവിടെയാണ് നമ്മൾ ഗ്രീൻ റെവല്യൂഷൻ. ആവശ്യകത മനസ്സിലാക്കി. ദ ക്രെഡിറ്റ് ഫോർ അറ്റൈനിങ് സെൽഫ് സഫിഷ്യന്റ്. അപ്പൊ നമ്മള് due to this development, India has transformed itself into a food importing country. അപ്പോ ധാരാളമായിട്ട് 6 മടങ്ങ് കണ്ട് കൂടുതലായിട്ട് ഇന്ത്യയിൽ പ്രൊഡക്ഷൻ വർദ്ധിച്ചപ്പോൾ, കാർഷിക മേഖലയിൽ നിന്ന് ഉത്പാദനം വർദ്ധിപ്പിച്ചപ്പോൾ, നമ്മൾ ഇന്ത്യയിലേക്ക് മറ്റ് രാജ്യങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് അമേരിക്ക, മെക്സിക്കോ, ഈ രാജ്യങ്ങളിൽ നിന്നെല്ലാം ഭക്ഷ്യധാന്യങ്ങൾ ഇറക്കുമതി ചെയ്തിരുന്ന വെച്ചാൽ ഇന്ത്യ നമ്മൾക്ക് ഇപ്പൊ എന്ത് ചെയ്യാൻ സാധിച്ചു? വി ഹാവ് ആക്ച്വലി എന്താണ് we have now almost become self-sufficient in the matter of food grains. കാരണം the credit of attaining self-sufficiency in the matter of production, it was mainly due to the green revolution in India. എന്തുകൊണ്ടാണ് മനസ്സിലായോ? 1960 mid-60s 1960-66 അതാ പറഞ്ഞ mid-60s എന്ന് പറയുന്നത്. ഈ സമയത്താണ് ഇന്ത്യയിൽ ഹരിത വിപ്ലവം കൊണ്ടുവന്നത്. അപ്പോൾ ഒരു ഫുഡ് ഇമ്പോർട്ടിംഗ് ആയിട്ട് രാജ്യമായിരുന്നു ഇന്ത്യ. സെൽഫ് സഫിഷ്യന്റ് ആയി നമ്മൾ. ഇപ്പോൾ നമ്മൾ സെൽഫ് സഫിഷ്യൻസി കഴിഞ്ഞു. ഇത്രയും അന്ന് ജനസംഖ്യ ഇത്രയൊന്നും ഇല്ല.
ഇപ്പോൾ ഏകദേശം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുടെ മോർ ദാൻ 1.4 ബില്യൺ 42 ബില്യൺ ആയി നമ്മുടെ ജനസംഖ്യ. ഇത്രയും ജനസംഖ്യ തീറ്റിപ്പോയിട്ടിട്ടും നമ്മൾ ഇന്ത്യയിൽ ഇപ്പോൾ പട്ടിണി മരണം, ദാരിദ്ര്യ മരണം ഇതൊക്കെ ഇപ്പോൾ വളരെ കുറവാണ്. അറ്റ്ലീസ്റ്റ് ഫുഡ് ഈസ് അഷ്യൂർഡ്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഇന്ത്യ ഒട്ടാകെ വർക്ക് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ജനങ്ങളെ വിവിധ തട്ടുകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. BPL, പിന്നെ എന്താണ് യെല്ലോ കാർഡ്, പിന്നെ വെള്ള കാർഡ്, പിന്നെ നീലക്കാർഡ് എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരുടെ വരുമാനത്തിനനുസരിച്ച് ജനങ്ങളെ പലതായിട്ട് തരംതിരിക്കുകയും അതനുസരിച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷ്യധാന്യങ്ങൾ ഫ്രീ ഓഫ് കോസ്റ്റിനോ നിസ്സാര വിലക്കോ കൊടുക്കുന്ന കാരണം പട്ടിണി മരണവും ദാരിദ്ര്യ മരണവും ഇന്ത്യയിൽ ഇപ്പോൾ താഴേക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചു. ദാറ്റ് ഈസ് താങ്ക്സ് ടു ദ development that has taken place in the agricultural sector. The credit of അപ്പോൾ 1960 നമുക്ക് മിഡിൽ നമുക്ക് ഗ്രീൻ റെവല്യൂഷൻ ഉണ്ടായി. അതിനെ പറഞ്ഞത് ഹരിത വിപ്ലവത്തിന്റെ വേറൊരു പേരാണ് ഹൈ ഈൽഡിംഗ് വെറൈറ്റി HYVP പ്രോഗ്രാം. ഹൈ ഈൽഡിംഗ് വെറൈറ്റി, നല്ല ഇനത്തിലുള്ള വിത്തുകളും വളങ്ങളും ഫെർട്ടിലൈസേഴ്സ്, പിന്നെ മന്യൂർ അല്ലെങ്കിൽ പിന്നെ കീടനാശിനികളും ഇറിഗേഷൻ പദ്ധതികളും ഇതെല്ലാം കൂടി ഇട്ട് നമ്മൾ ഉൽപാദനം വളരെയധികമായിട്ട് സക്സസ് ആയി. അങ്ങനെ ഇന്ത്യയിൽ ഒരു ഹരിത വിപ്ലവം നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്തു. ഇതെല്ലാം പറ്റും. ഇനി പോസ്റ്റ് റിഫോം ഇയേഴ്സ് 1991 ശേഷം കാർഷിക മേഖലയുടെ വളർച്ച നമുക്കറിയാം. ആദ്യത്തെ എന്താണ് ദ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഇൻഡസ്ട്രിയലൈസേഷൻ പോളിസി എന്ന് നമ്മൾ പറയുന്നത് ഇൻവേർഡ് ലുക്കിംഗ് എന്നാണ്. മറ്റ് രാജ്യത്തിന് നമ്മൾക്ക് തുറന്നു കൊടുത്തില്ല. നമ്മളൊരു ക്ലോസ്ഡ് ഇക്കോണമി ആയിരുന്നു. നമ്മൾ ഇൻവേർഡിൽ നമ്മൾ സ്വന്തമായിട്ട് നമ്മളിങ്ങനെ നോക്കിക്കുന്നത്. അതാണ് ഇൻവേർഡ് ലുക്കിംഗ്. ഔട്ട്വേർഡ് ലുക്കിംഗ് മീൻസ് വി ആർ ലുക്കിംഗ് ഔട്ട് സൈഡ്. അപ്പൊ നമ്മൾ എക്സ്പോർട്ട് ഓറിയന്റഡ് ഗ്രോത്ത് എടുത്തു. മനസ്സിലാ, ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഇന്ത്യയിൽ ഫിസ്ക്കൽ ഡെഫിസിറ്റ് അല്ലെ ഖജനാവിന്റെ കമ്മി വരാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം നമ്മൾ എന്താണ് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ഇൻഡസ്ട്രിയലൈസേഷൻ പോളിസി നമ്മൾ കുറെ നാൾ നമ്മൾ അനുകരിച്ചു. അതിനുശേഷം നമ്മൾക്ക് അത് തോന്നി 1980 നമുക്ക് തോന്നി നമ്മൾ ചെയ്തത് വലിയ മണ്ടത്തരമാണ്. 1980 നമ്മൾ എക്സ്പോർട്ട് ഓറിയന്റഡ് പോളിസീസ്, നമ്മൾ എക്സ്പോർട്ട് പ്രൊമോഷൻ ഓഫ് ഇക്കണോമിക് അഡ്വാൻസ്മെന്റ്, വി ആർ ഔട്ട്വേർഡ് ലുക്കിംഗ് പോളിസി ഓഫ് എക്സ്പോർട്ട് പ്രൊമോഷൻ ഫോർ ഇക്കണോമിക് ഡെവലപ്മെന്റ് നമ്മൾ ഇത് ചെയ്യുകയും ചെയ്തു. ഇനി റിഡക്ഷൻ ഓഫ് ഫിസ്ക്കൽ പോളിസി മറ്റൊരു കണ്ടീഷൻ ആയിരുന്നു. IMF, വേൾഡ് ബാങ്ക് 1991 ഞാൻ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ പറഞ്ഞു പോകാം. 1991 ഇന്ത്യ ഗ്ലോബലൈസേഷനും ആഗോളവൽക്കരണത്തിനും ഉദാരവൽക്കരണത്തിനും പോയില്ലെങ്കിൽ ഇന്ത്യയുടെ പരിസ്ഥിതി കാരണം കഷ്ടിച്ച് 3 ആഴ്ചത്തേക്കുള്ള വിദേശ വ്യാപാരം നടത്താനായിട്ടുള്ള വിദേശ കറൻസി ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. കഷ്ടിച്ച് 3 ആഴ്ചത്തേക്കുള്ള. മറ്റ് ലോകരാഷ്ട്രങ്ങളിൽ ഇന്ത്യയായിട്ട് വ്യാപാരം ചെയ്യേണ്ടതില്ല. വിദേശ നാണയം, അൺഎംപ്ലോയ്മെന്റ് റേറ്റ് വളരെ കൂടുതൽ, ഇൻഫ്ലേഷൻ 13%, ഇപ്പൊ 2%. നമ്മൾ 4% ഇൻഫ്ലേഷൻ 4% ഇവിടെ കിടന്ന് ഒച്ചപ്പാട് ബഹളമാണ്. അന്ന് 12% ഇൻഫ്ലേഷൻ ഉണ്ടായത്. ഇല്ലേ, ഫോറിൻ എക്സ്ചേഞ്ചിന്റെ നമ്മുടെ കൈവശമുള്ള ശേഖരം ഇന്നിപ്പോൾ ഏകദേശം $570 ബില്യൺ ഏകദേശം, ഐ ഡോണ്ട് റിമെമ്പർ എക്സാക്ട്ലി, ഏകദേശം നിയർലി $600 ബില്യൺ നമുക്ക് ഫോറിൻ എക്സ്ചേഞ്ചിന്റെ ശേഖരമുണ്ട്. നമുക്ക് വി ഹാവ് നത്തിങ് ടു വറി. വി ഹാവ് നത്തിങ് ടു വറി. അത്രയും നമ്മൾ ശേഖരിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോ നമ്മളുടെ പിന്നെ ഈ IMFന്റെ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെയും അതുപോലെ തന്നെ വേൾഡ് ബാങ്കിന്റെ ഒക്കെ ഉള്ള അവർ പറഞ്ഞു ഞങ്ങൾ ബെയിൽ ഔട്ട് ചെയ്യാം. പക്ഷെ ഒരു കാര്യമുണ്ട്, പാകിസ്ഥാനിൽ ഈ അടുക്ക് പ്രശ്നമുണ്ടായി, ശ്രീലങ്കയിൽ ഈ അടുക്ക് പ്രശ്നമുണ്ടായി. ഇപ്പോഴും അവർക്ക് പൂർണ്ണമായിട്ട് IMFും വേൾഡ് ബാങ്കും അവർക്ക് കൊടുത്തിട്ടില്ല. കാരണം ഇൻഫ്ലേഷൻ അത്ര കൂടുതലാണ്. അവിടെ 8%, 10% എന്നല്ല, 30%, 40%, 50% ഒക്കെയാണ് അവരുടെ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് ശ്രീലങ്കയിൽ ഈ പ്രശ്നം ഈ ഇടയ്ക്ക് വളരെ ആഭ്യന്തര പ്രശ്നം ഉണ്ടായി. ഇൻഫ്ലേഷൻ, പെട്രോളിനും ഡീസലിനും ഇതൊക്കെ 300, 600, 700 രൂപയൊക്കെയായിരുന്നു 1 ലിറ്റർ ഡീസലിനൊക്കെ വില. എന്ന് പറയുമ്പോൾ മനസ്സിലായി ഇക്കോണമി താറുമാറായിപ്പോയി. അപ്പൊ IMF ചില കണ്ടീഷൻസ് വെച്ചു. ദർ ആർ മെയിൻലി 3 ways in which the government can അപ്പൊ റെഡ്യൂസ് ഡെഫിസിറ്റ് കമ്മി കുറക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് സംബന്ധിച്ചിടത്തോളം 3 കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ഇൻക്രീസ് ഇൻ ടാക്സ് റവന്യൂ. ഇപ്പൊ ടാക്സ് ഇനത്തിൽ കൂടി വരുമാനം കണ്ടെത്തുക. either by levying higher taxes or by bringing more people into the tax net.
ഇത് ഗവൺമെന്റ് നല്ലൊരു പരിപാടിയാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ടാക്സിന്റെ റേറ്റ് കൂട്ടുക. ടാക്സിന്റെ റേറ്റ് കൂട്ടുന്ന ഒരു പരിധിയുണ്ട്. പക്ഷെ ഇന്ത്യയിൽ ഇഷ്ടം പോലെ ആളുകൾ ഒരു പൈസ ടാക്സ് കൊടുക്കാതെ കിടന്ന് വലിച്ചു നടക്കുന്നുണ്ട്. എല്ലാ മാസം വിദേശ ട്രിപ്പ് നടത്തും, ഒരു പൈസയില്ല ടാക്സ് കൊടുക്കാൻ. സ്വന്തമായിട്ട് ഏറ്റവും വലിയ കാർ ഓടിച്ചിട്ട് നടപ്പുണ്ട്. ടൗണിന്റെ നടുക്ക് തന്നെ വലിയ വീട്, വലിയ ആഡംബര ക്ലബുകൾ മെമ്പർഷിപ്പ് ഉണ്ട്. മനസ്സിലായോ? അപ്പൊ അനുസരിച്ച് 5 മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഇവിടെ എല്ലാവരും നിർബന്ധമായിട്ടും അവര് ടാക്സ് ഫയൽ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നു. വിദേശ ട്രിപ്പ് നടത്തുന്നവര് ഇതെവിടെ നിന്ന് കാശ് കിട്ടുന്നു? അവർക്ക് ഒരു വരുമാനമല്ല. അൺഓർഗനൈസ് സെക്ടറിൽ ജോലി ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്, അസംഘടിത മേഖലയിൽ. ഇവരൊന്നും ഒരു ടാക്സും കൊടുക്കുന്നില്ല. ചിലവരുടെയൊക്കെ വരുമാനം നിങ്ങൾക്കറിയാം. ചില തട്ടുകടകളുടെയും അതുകൊണ്ട് ചെറിയ കടകളുടെ ഒക്കെ വരുമാനം നിങ്ങൾ മാറി നോക്കിയെന്ന് അറിയാൻ പറ്റും. ഇവരൊന്നും ഒരു പൈസ ടാക്സ് കൊടുക്കണ്ട. അപ്പോൾ ഒന്നില്ലെങ്കിൽ കൂടുതൽ ആളുകളെ ടാക്സിന്റെ നെറ്റിൽ കൊണ്ടുവരിക, അല്ലെങ്കിൽ ടാക്സിന്റെ തോത് വർദ്ധിപ്പിക്കുക. രണ്ടാമത് ഗവൺമെന്റിന്റെ ചെലവ്, അനാവശ്യമായിട്ടുള്ള ചെലവുകളൊക്കെ കുറക്കുക. മൂന്നാമത് ട്രാൻസ്ഫർ പേയ്മെന്റ്സ്, ഞാൻ പറഞ്ഞത് മനസ്സിലായി, സബ്സിഡികൾ, ഇതുപോലത്തെ ഉള്ള പിന്നെ അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള എല്ലാ ചെലവുകളും യഥാർത്ഥത്തിൽ ഗവൺമെന്റ് കുറക്കുക. അപ്പൊ മന്ത്രിമാരൊക്കെ വെറുതെ എന്തെങ്കിലും പേര് വിദേശത്ത് പോകുന്ന ആ കാര്യങ്ങളൊക്കെ കുറക്കണം. മനസ്സിലായോ? ഇവിടുന്ന് പോയിട്ട് എന്താണ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത്? നോബഡി നോസ്. ഇഷ്ടം പോലെ ആളുകളും മന്ത്രിമാരും ഇപ്പൊ നമ്മുടെ പ്രധാനമന്ത്രി അമേരിക്കയിലാണെന്ന് തോന്നുന്നു. അമേരിക്കയിലാണ്, വന്നിട്ടില്ല. അമേരിക്കയിൽ ആണ്. നമ്മുടെ ഇവിടുത്തെ മുഖ്യമന്ത്രി ഇപ്പൊ ലോക മലയാളി സമാജം ഇത് ചെയ്യുന്നുണ്ട്. അതിനുശേഷം പിന്നെ UAE പോയി, പിന്നെ ക്യൂബയിൽ പോയി, എന്തെല്ലാം കാര്യങ്ങൾ വന്നു. ഇന്നവരെ ഒരു പത്രസമ്മേളനം അതിനെ കുറിച്ച് നടത്തിയിട്ടില്ല. അപ്പൊ ഹാർഡ് ചെയ്യേണ്ട പണം, ജനങ്ങളുടെ ടാക്സ് കൊടുക്കുന്ന പണം ഉപയോഗിച്ചാണ് അവർ പോകുന്നത്. അപ്പൊ ജനങ്ങൾക്ക് ഇതൊക്കെ അറിയാനായിട്ടുള്ള അവർക്ക് അവകാശമുണ്ട്. ജനങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാനായിട്ടുള്ള അവകാശം. സോ റെഡ്യൂസ് ട്രാൻസ്ഫർ. ഈ 3 ഗവൺമെന്റ് മെഷേഴ്സിലും ഗവൺമെന്റ് ട്രാൻസ്ഫർ പേയ്മെന്റ്സ്, അപ്പൊ ഗവൺമെന്റ് IMFന്റെ പിന്നെ നിർദ്ദേശം പോലെ തന്നെ അവര് സബ്സിഡികൾ, അഗ്രികൾച്ചർ സെക്ടറിന്റെ സബ്സിഡികൾ കുറക്കാനായിട്ട് അവര് തീരുമാനിച്ചു. Then there was adverse impact of reduction in the subsidy in the agriculture sector. കാർഷിക മേഖലയിൽ സബ്സിഡി കുറച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ശരാശരി ഉൽപാദനത്തിന്റെ ചെലവ് ഗണ്യമായിട്ട് വർദ്ധിച്ചു. ഗവൺമെന്റ് സബ്സിഡി കൊടുക്കുമ്പോൾ ശരാശരി ഉൽപാദന ചെലവ് അതുകൊണ്ട് കുറയും. ഇപ്പൊ 10 രൂപയാണ് 1 കിലോ നെല്ല് ഉൽപ്പാദിപ്പിക്കാനായിട്ട് ഗവൺമെന്റ് സബ്സിഡി കൊടുക്കുമ്പോൾ ചിലപ്പോൾ അത് 6 രൂപ 4 രൂപ സബ്സിഡി ആയിട്ട് വരും. ഇപ്പൊ സബ്സിഡി കുറച്ചപ്പോൾ ഈ ഉൽപ്പാദിപ്പിക്കുന്ന ആള് 10 രൂപ അയാളുടെ കയ്യിൽ നിന്ന് തന്നെ അദ്ദേഹം വരിക്കേണ്ടി വരും. Then proportionate increase in the prices of food and non-food items on the other. അപ്പൊ ഇതിന്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വർദ്ധിച്ചപ്പോൾ, ഉൽപാദന ചെലവ്, കാർഷിക മേഖലയിൽ ഉൽപാദന ചെലവ് വർദ്ധിച്ചപ്പോൾ നമ്മൾ മേടിക്കുന്ന ഫുഡിന്റെ വിലയും അതുപോലെ പിന്നെ നോൺ ഫുഡ് ഐറ്റംസും ഭക്ഷ്യ ഇതര സാധനങ്ങളുടെ വിലയും ഗണ്യമായിട്ട് so there was an increase in the cost of production on the one hand. Then ഇത് മാത്രമല്ല, the return on agricultural produce also became very uncertain means മനസ്സിലായോ? എത്രയാണ് നമ്മൾ പറഞ്ഞു, മൺസൂണുണ്ട്, മൺസൂണിനെ ആശ്രയിക്കുന്ന കാര്യമായിട്ട് നമുക്ക് ഇറിഗേഷൻ സൗകര്യമില്ല. അതേ പറഞ്ഞാൽ ഇന്റർനാഷണൽ പ്രൈസസിലും കാര്യമായിട്ട് ചാഞ്ചാട്ടമുള്ളത് കാരണം ഇറ്റ് വാസ് ഹൈലി റിസ്കി ടു എൻഗേജ് ഇൻ അഗ്രികൾച്ചറൽ ഓപ്പറേഷൻസ്. കാരണം ഒന്ന്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടി, കാരണം സബ്സിഡി കുറഞ്ഞു. രണ്ടാമത് എന്താണ്, ദ വൊളാറ്റിലിറ്റി, uncertainty or uncertain due to volatility in the international prices of agricultural production after globalization of the economy. Therefore, agricultural sector, due to its dependence upon monsoon, was compounded by the international price pressures. In രണ്ട് കാരണങ്ങൾ കൊണ്ടും there was a lot of pressure in the agricultural sector. ഇനി 11th പ്ലാനിൽ ഇതൊക്കെ എന്ന് പറയുകയാണ്. മനസ്സിലായോ? 2007 തൊട്ട് 2012 വരെ ഉണ്ടായ ദ ഗ്രോത്ത് ഓഫ് അഗ്രികൾച്ചർ സെക്ടർ ഡിക്ലൈൻഡ് ഫ്രം 3.5 ടു യഥാർത്ഥത്തിൽ 2.2% ആയിട്ട് മാറുകയും ചെയ്തു. 1998 2005 ഇപ്പോൾ. സോ ഇനി ഈ ഡിക്ലൈൻ എല്ലാം കാർഷിക മേഖലയിൽ മാത്രമല്ല മറ്റു മേഖലയിലും ഇത് അനുഭവപ്പെട്ടു. ഒന്ന്, ലൈഫ് സ്റ്റോക്ക്, കന്നുകാലികളുടെ ഉൽപാദനത്തിലും അതുപോലെ തന്നെ ഫിഷറീസിലും ഹോർട്ടിക്കൾച്ചറിലും ഇതെല്ലാം പിന്നെ
യഥാർത്ഥത്തിൽ കുറവ് അനുഭവപ്പെടുകയും ചെയ്യും. ദെൻ അഗ്രികൾച്ചർ സെക്ടറിന്റെ യഥാർത്ഥത്തിൽ വളർച്ചയുടെ തോത് 3.5% ആണെന്നെങ്കിൽ പോലും ഇറ്റ് വാസ് മച്ച് ബിലോ ദ ടാർഗറ്റഡ്. 2005 തൊട്ട് 2010 വരെ അവര് 4% ടാർഗറ്റ് വെച്ചെങ്കിലും അത് 3.5% മാത്രമേ അവർക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുള്ളൂ. ഇനി ട്രഡീഷണൽ കൾട്ടിവേഷൻ ടു മോഡേൺ കൾട്ടിവേഷൻ. ഇന്ത്യയിൽ വീണ്ടും ഇവിടെ നമ്മൾ പറയുകയാണ്, നമ്മുടെ HYVP പ്രോഗ്രാം മെക്സിക്കോയിൽ നിന്ന് കൊണ്ടുവന്ന കാര്യങ്ങൾ. 1960 mid-60s ഇന്ത്യക്ക് ചില പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു. അതുകൊണ്ടാണ് നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഓൾ ഇൻവെൻഷൻ എന്ന് പറഞ്ഞ പോലെ അത്യാവശ്യമായിട്ട് ഫുഡിന്റെ കാര്യത്തിൽ ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാക്കാനായിട്ട് അവർ നിർബന്ധിതരായി. അതിന്റെ കാരണം എന്താണ്? ഒന്ന് ജിയോ പൊളിറ്റിക്കൽ, ഇന്ത്യയിലും അതുപോലെ വിദേശത്തുമായിട്ടുള്ള ചില സാഹചര്യങ്ങൾ. ഒന്ന് നമുക്ക് എന്താണ്, ഒരു 1962 ചൈനയായിട്ട് യുദ്ധമുണ്ടായി. 65 അതുപോലെ 65 നമുക്ക് 62 ചൈനയാണ്, പാകിസ്ഥാനായിട്ട് 65 യുദ്ധം ഉണ്ടായി. അത് മാത്രമല്ല നമുക്ക് 65 66 തുടർച്ചയായിട്ട് നമുക്ക് 2 വരൾച്ച ഉണ്ടായി. അപ്പാർട്ട് ഫ്രം ദിസ്, അമേരിക്കയിൽ നിന്ന് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ PL 480 അടിസ്ഥാനത്തിൽ അമേരിക്കയിൽ നിന്ന് നമുക്ക് ധാരാളമായിട്ട് ഫുഡ് കിട്ടിയിരുന്നത്. ആൻഡ് ഇറ്റ് വാസ് അമേരിക്കയിൽ നിന്ന് നമുക്ക് വി ആർ ഗെറ്റിംഗ് വീറ്റ് ഫ്രം USA. അത് വളരെ സബ്സിഡൈസ്ഡ് റേറ്റിലായിരുന്നു നമുക്ക് കിട്ടിയിരുന്നത്. അത് ഒരു ഫുഡ് എയ്ഡ് എന്നുള്ളതിൽ ഭക്ഷ്യധാന്യങ്ങൾ വളരെ സഹായിക്കുന്ന വേണ്ടിയിട്ട് വളരെ വില കുറഞ്ഞ് കൊടുത്തെന്ന് വെച്ചു. പക്ഷേ ആ സമയത്ത് അമേരിക്കയും വിയറ്റ്നാമും തമ്മിൽ യുദ്ധമുണ്ടായി. ഇന്ത്യ വിയറ്റ്നാംകാരുടെ കയ്യിൽ അവർ സൈഡ് പിടിച്ചപ്പോൾ അവരെന്ത് ചെയ്ത് ഈ PL 480 അടിസ്ഥാനത്തിലുള്ള ആ ഒരു എയ്ഡ് അത് യഥാർത്ഥത്തിൽ അവർ നിർത്തിക്കളയുകയും ചെയ്തു. ദെൻ അതിനുശേഷമാണ് നമ്മൾ HYVP 1966 ആയപ്പോൾ നമ്മൾ ഗ്രീൻ റെവല്യൂഷൻ തുടങ്ങിയത്. അതിനെന്താണ്? വി വെന്റ് ടു മെക്സിക്കോ ആൻഡ് വി ആക്ച്വലി bought seeds from Mexico which has been developed by the Mexican scientist. അപ്പോൾ ഹൈ yielding വെറൈറ്റി സീഡ്സ് ഡെവലപ്പ് ചെയ്ത ആളുടെ പേരാണ് നോർമൻ ബൊർലോഗ്. അദ്ദേഹമാണ് ഈ ഹൈ yielding വെറൈറ്റിയുടെ സീഡ്സ് അദ്ദേഹം ഡെവലപ്പ് ചെയ്തത്. ആ സീഡ്സ് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ കൊണ്ടുവന്ന് അങ്ങനെ നമ്മൾക്ക് നല്ല ഒരു വിപ്ലവം തന്നെ നേടിയെടുക്കാൻ സാധിച്ചു. ദാറ്റ് ഈസ് നോൺ ആസ് ഗ്രീൻ റെവല്യൂഷൻ. അപ്പോൾ ഈ ഗ്രീൻ റെവല്യൂഷനോട് കൂടി നമുക്ക് വി ആർ ഏബിൾ ടു അറ്റൈൻ സെൽഫ് സഫിഷ്യൻസി ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് റൈസ്. വി ആർ ഏബിൾ ടു ഒബ്റ്റെയിൻ സെൽഫ് സഫിഷ്യൻസി ഇൻ ദ മാറ്റർ ഓഫ് റൈസ്, മിൽക്ക്, ഫിഷ് ആസ് വെൽ ആസ് എഗ്സ് ഓൾസോ. എഗ്ഗിന്റെ ഉൽപാദനത്തിലും ഇമ്പാക്ട് ഓഫ് ഗ്രീൻ റെവല്യൂഷൻ കൊണ്ട് ഇന്ത്യയിൽ എന്തെല്ലാം ഏറ്റവും ആദ്യമായിട്ട് പറയുകയാണ്. ഗ്രീൻ റെവല്യൂഷൻ കൊണ്ട് ഇന്ത്യയിൽ നേട്ടമുണ്ടായെങ്കിലും ഏറ്റവും വലിയ ദോഷം ഇന്ത്യയിൽ ഉണ്ടായത് ഇറ്റ് റിസൾട്ടഡ് ഇൻ വൈഡനിങ് ഓഫ് ഇൻകം ഇനീക്വാലിറ്റീസ്, പർട്ടിക്കുലർലി ഇൻ റൂറൽ ഇനീക്വാലിറ്റി. പ്രാദേശിക അസമത്വം ഉണ്ടായി. ജനങ്ങൾ തമ്മിൽ അസമത്വം ഗണ്യമായിട്ടും. ദർ വാസ് ഗ്ലേറിംഗ് ഇനീക്വാലിറ്റി അമംഗ് ദ പീപ്പിൾ ആൻഡ് ഓൾസോ എമംഗ് ദ സ്റ്റേറ്റ്സ്. കാരണം ഗ്രീൻ റെവല്യൂഷൻ ഇറ്റ് വാസ് റിക്വയർഡ് ഫോർ ദ ക്യാപിറ്റൽ ഇന്റൻസീവ് കൾട്ടിവേഷൻ ആണ്. അപ്പോൾ ഗ്രീൻ റെവല്യൂഷൻ സാധാരണക്കാർക്ക് നടത്തിക്കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല. കൂടുതൽ മൂലധനം വേണം. ഹൈ yielding വെറൈറ്റി ഓഫ് സീഡ്സ് ആണ്, അത് കോസ്റ്റ്ലി ആണ്. ഫെർട്ടിലൈസർ അത് കോസ്റ്റ്ലി ആണ്. ഇറിഗേഷൻ അത് കോസ്റ്റ്ലി ആണ്. അപ്പോൾ ഹൈലി ക്യാപിറ്റൽ ഇന്റൻസീവ് കാരണം ധനികരായിട്ടുള്ള കർഷകർക്ക് മാത്രമേ ഇത് നടപ്പിലാക്കാൻ സാധിച്ചുള്ളൂ. അല്ലാത്ത സാധാരണക്കാരായിട്ടുള്ള കർഷകർക്ക് ഇതുകൊണ്ട് വലിയ കാര്യമായിട്ട് നേട്ടം കിട്ടിയില്ല. ദേ ബിക്കെയിം ഓൺലി ലാൻഡ്ലെസ് ലേബറേഴ്സ്. അവർക്ക് അന്നു പോയി കിട്ടുന്ന കൂലി അല്ലാതെ അവർക്ക് ഒന്നും തന്നെ കിട്ടിയില്ല. നേരെ മറിച്ച് ഈ നല്ല ധനികരായിട്ടുള്ള കർഷകർക്ക് ലാൻഡ് ലോർഡ്സ്, റിച്ച് ലാൻഡ് ലോർഡ്, ദേ ബിക്കെയിം റിച്ചർ ആൻഡ് റിച്ചർ ആൻഡ് ദ പുവർ ഫാമേഴ്സ് ബിക്കെയിം പുവറർ ആൻഡ് പുവറർ. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഇമ്പാക്ട് ഗ്രീൻ റെവല്യൂഷൻ കൊണ്ടുണ്ടായത്. ദെൻ സ്മോൾ ഫാർമേഴ്സ് ബിക്കെയിം ലാൻഡ്. They did not benefit anyway, which caused steep inequality in the rural area. Then, in Green Revolution, it was not a revolution which revolutionized the entire country. എല്ലാ രാജ്യത്തിന്റെ എല്ലാത്തിനും എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇതുകൊണ്ട് ഗുണം കിട്ടിയില്ല. വിരലെണ്ണാവുന്ന സംസ്ഥാനങ്ങൾ മാത്രം: പഞ്ചാബ്, ഹരിയാന, വെസ്റ്റേൺ UP ആൻഡ് പാർട്സ് ഓഫ് തമിഴ്നാട്.
ഈ 4 സംസ്ഥാനങ്ങളിൽ മാത്രമേ ഗ്രീൻ റെവല്യൂഷൻ കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടായുള്ളൂ. Therefore, ഇത് പറഞ്ഞത് ഇറ്റ് വാസ് നോട്ട് എ റെവല്യൂഷൻ that revolutionized the entire country, but it was a regional revolution. പ്രാദേശികമായിട്ടുള്ള ഒരു റെവല്യൂഷനാണ്. അതുകൊണ്ടാണ് ചിലവർ ഗ്രീൻ റെവല്യൂഷനെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്, വിമർശിക്കുന്നവരുണ്ട്. ഇറ്റ് വാസ് നോട്ട് എ ഗ്രീൻ റെവല്യൂഷൻ, ഒരു ഹരിത വിപ്ലവമല്ല, ഇതൊരു വീറ്റ് വിപ്ലവമായിട്ട് തന്നെ ഇതിനെ കണക്കാക്കാമെന്നാണ് പറഞ്ഞത്. ഇതൊന്നും നിങ്ങളുടെ ബുക്കിലില്ല കേട്ടോ, ഗ്രീൻ റെവല്യൂഷൻ. അപ്പോൾ ബാക്കിയുള്ള മേഖലകളിൽ ഇതൊന്നും ഉണ്ടായില്ല. അപ്പം നമ്മളുടെ ഇമ്പാക്റ്റ് നമ്മൾ പറഞ്ഞില്ലേ, ദ ഇമ്പാക്റ്റ് ഓഫ് ഗ്രീൻ റെവല്യൂഷൻ നമുക്ക് പ്രധാനമായിട്ട് 4 ഇതിൽ നമുക്ക് അവസാനിപ്പിക്കാം. ഒന്ന്, സെൽഫ് സഫിഷ്യൻസി ഇൻ ദ മാറ്റർ ഓഫ് ഫുഡ് ഗ്രെയിൻസ്, അതൊരു നല്ല പോയിന്റാണ്. രണ്ടാമത്, പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിച്ചു, അത് നല്ലൊരു പോയിന്റാണ്. ഇൻകം വർദ്ധിപ്പിച്ചു. രണ്ടാമത്തത് എന്താണ്, ഷിഫ്റ്റ് ഫ്രം ട്രഡീഷണൽ ആയിട്ട് പരമ്പരാഗതമായിട്ടുള്ള മെത്തഡിൽ നിന്ന് കുറച്ചും കൂടെ നമുക്ക് സയന്റിഫിക് ആയിട്ടുള്ള കുറച്ച് മെത്തഡ് ഉപയോഗിച്ച് കൃഷി ചെയ്യാൻ തുടങ്ങി. ദെൻ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിച്ചു. നാലാമത് മനസ്സിലായോ, നാലാമത്തത് ഇൻക്രീസ് ദ ഇൻകം ഓഫ് ഫാമേഴ്സ്. പക്ഷേ ആർക്കൊക്കെ വരുമാനം വർദ്ധിച്ചു, ഇറ്റ് വാസ് അറ്റ് ദ ഹെവി കോസ്റ്റ് ഓഫ് ഇൻക്രീസ് ഇൻ ഇൻകം, ഇനീക്വാളിറ്റി ആൻഡ് റീജിയണൽ ഇംബാലൻസ്. പ്രാദേശികമായിട്ടുള്ളതും വ്യക്തിപരമായിട്ടുള്ള അസമത്വം ഗണ്യമായിട്ട് വർദ്ധിച്ചു. അത് അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഒരു വരുമാനത്തിൽ ഒരു വർധനവുണ്ടായത്. ഇനി നമുക്കറിയാം, വാട്ട് ആർ ദ പ്രോബ്ലംസ് ഓഫ് ഇന്ത്യൻ അഗ്രികൾച്ചർ. ആദ്യമായിട്ട് പറയാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇറിഗേഷൻ ഫെസിലിറ്റി ഇല്ല. കാരണം നമുക്കറിയാമല്ല, ഇറിഗേഷൻ ഫെസിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ചിലവേറിയ ഇതാണ്. നമുക്ക് ഇറിഗേഷൻ ലൈക്ക് ട്യൂബ് വെൽസ്, കനാൽസ് ഇതൊന്നും ഇല്ല. വെള്ളം കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് കുറവുള്ള സ്ഥലത്തേക്ക് വെള്ളം കൊണ്ടുപോകാനായിട്ടുള്ള മാർഗമില്ല അല്ലേ. നമുക്ക് അത് കാരണം കൂടുതൽ ആളുകളും എന്തിനെ ആശ്രയിച്ചിട്ടിരിക്കുന്നു, ഡ്രൗട്ടിന്റെ സമയത്ത് നമുക്ക് വെള്ളം കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് കുറച്ച് സ്ഥലത്തേക്ക് കൊണ്ടുപോകാനുള്ള നമുക്ക് മാർഗമില്ല. അത് കാരണം നമ്മൾ ഇന്ത്യയിൽ കൂടുതൽ ആളുകളും കൃഷിക്ക് വേണ്ടിയിട്ട് നമ്മളുടെ മൺസൂൺ ഇടവ പാതി അല്ലെങ്കിൽ മൺസൂൺ റെയിനെയാണ് പ്രധാനമായിട്ട് ആശ്രയിക്കുന്നത്. ദെൻ നിക്ഷേപം, ഇൻവെസ്റ്റ്മെന്റ് ഇല്ല, ഒട്ടും തന്നെ ഇല്ല. കാരണം ഗവൺമെന്റ് കോർപ്പറേറ്റ് സെക്ടർ ഇന്ത്യൻ അഗ്രികൾച്ചർ അവർ വലിയ കാര്യമായിട്ട് താല്പര്യം കൊടുക്കും. ഇന്നലെ ഞാൻ പറഞ്ഞു, ഗവൺമെന്റ് സെക്ടറും കോർപ്പറേറ്റ് സെക്ടർ, കാരണം എന്താണ്, അൺസർട്ടൺ ആണ്, റിസ്കി ആണ്. ഒന്ന് ഇറിഗേഷൻ ഫെസിലിറ്റി ഇല്ലാത്തത് കാരണം നമുക്ക് മൺസൂണിനെ ആശ്രയിക്കേണ്ടി വരും. അത് മാത്രമല്ല, ദർ ഇസ് എ ലോട്ട് ഓഫ് വൊളാറ്റിലിറ്റി. ഇപ്പൊ പാകിസ്ഥാൻ പറയുന്നത് ഞങ്ങൾ ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് എത്ര രൂപക്കും വീറ്റ് തരുന്നത്, 10 രൂപക്ക്, ഞങ്ങൾ 8 രൂപക്ക്, ഞങ്ങൾ 6 രൂപക്ക് വേണമെങ്കിൽ തരാം. അപ്പൊ ഈ ഇന്ത്യയിൽ നിന്ന് വീറ്റ് മേടിക്കുന്ന രാജ്യം പറയും, ഞങ്ങൾക്ക് നിങ്ങളുടെ വീറ്റ് വേണ്ട, ഞങ്ങൾക്ക് ഇവിടെ 6 രൂപക്ക് വീറ്റ് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയും മനസ്സിലാവാതെ അവരെന്ത് ചെയ്യും, ഞങ്ങൾ വേണമെങ്കിൽ 6 രൂപക്ക് തരാം. അപ്പോൾ ദർ ഈസ് എ പ്രൈസ് വാർ. അതുകൊണ്ട് ആർക്കും ഒരു ഗുണമില്ല. അൾട്ടിമേറ്റ്ലി 2 രാജ്യങ്ങളും വളരെ ഭീമമായിട്ട് നഷ്ടത്തിൽ ചെന്ന് അവസാനിക്കുകയും ചെയ്യും. അപ്പൊ ഇതില്ല. ദെൻ ഇന്നിടയ്ക്ക് പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ, നല്ല റോഡുകളില്ല. പിന്നെ ഇൻ ദ ആബ്സെൻസ് ഓഫ് അഡ്വക്കേറ്റ്, ഞാൻ പറഞ്ഞില്ലേ, സ്റ്റോറേജ് ഫെസിലിറ്റി ഇല്ല, കോൾഡ് സ്റ്റോറേജ് ഫെസിലിറ്റി ഇല്ല. There have been much loss of harvested crops. പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഈവൻ കൃഷി ചെയ്ത് ഹാർവെസ്റ്റ് ചെയ്തതിന് ശേഷം ഏകദേശം 10% ക്രോപ്പുകൾ വെറുതെ നശിച്ചു പോവുകയാണ്. എന്തുകൊണ്ടാണ്? പെസ്റ്റുകൾ കൊണ്ട്, കീടനാശിനികൾ, കീടങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ഈ പിന്നെ എന്താണ് ആൻഡ് ഉറുമ്പുകൾ കൊണ്ടോ അല്ലെങ്കിൽ പിന്നെ ഇതുണ്ട് ചെതലുകൾ കൊണ്ടോ ഇഷ്ടംപോലെ ആയിട്ട് ഫുഡുകളൊക്കെ മോയ്സ്ചർ വി ആർ ലൂസിങ്. അപ്പോൾ കോർപ്പറേറ്റ് സെക്ടറിൻ്റെ അല്ലെങ്കിൽ വലിയ കമ്പനികളൊന്നും കാർഷിക മേഖലയിൽ കാര്യമായിട്ട് അവർ മുതൽ മുടക്കുന്നില്ല. ആൻഡ് നമുക്കറിയാം, ബിക്കോസ് ഓഫ് അൺസർട്ടനിറ്റി ഓൺ ദ റേറ്റ് ഓഫ് റിട്ടേൺ ഓഫ് ദി അഗ്രികൾച്ചറൽ സെക്ടർ. ഇനി അടുത്തത് ലോ ഇൻവെസ്റ്റ്മെന്റ് ഇൻ അഗ്രികൾച്ചർ. പ്രത്യേകിച്ച് ഗവേഷണത്തിന് കാര്യമായിട്ടുള്ള പൈസയൊന്നും ഗവൺമെന്റ് ചെലവാക്കുന്നില്ല. ഇതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, മനസ്സിലെ 1966 നമ്മൾ ഹരിത വിപ്ലവം ഉണ്ടാക്കി ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു രാജ്യമാണ്. അത്രയും നാള് ഫുഡ് ഇമ്പോർട്ട് ചെയ്ത രാജ്യം സെൽഫ് സഫീഷ്യൻ്റായി. ഇപ്പൊ നമ്മൾ മറ്റു രാജ്യത്തേക്ക് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യം കൂടി ആയിട്ടുണ്ട്. പക്ഷേ ജനസംഖ്യ അന്ന് ഇതിനെക്കാട്ടി പകുതി ഉണ്ടായുള്ളൂ. ഇപ്പൊ ജനസംഖ്യ 1.43 ബില്യൺ പിന്നെ ജനങ്ങൾ ഇന്ത്യയിലുണ്ട്. ഇവർക്ക് ഇത്രയും നാളും ഇഷ്ടം പോലെ ഡെവലപ്മെന്റ്സ് മറ്റു മേഖലയിലും ഉണ്ടായിട്ടുണ്ട്. ചന്ദ്രനിൽ പോകാനും മറ്റ് ഉപഗ്രഹങ്ങളിൽ പോകാനും പിന്നെ നിങ്ങൾക്ക് എന്നെക്കാട്ടും കൂടുതൽ ഈ മേഖലയിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി കൂടുതലായിട്ട് അറിവുണ്ടാവും. എന്തെല്ലാം ഡെവലപ്മെന്റ്സ് ആണ് കൂടുതലായിട്ട് നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ ഉണ്ടാകുന്നത്.
ISRO, പിന്നെ ഇതുപോലെ തന്നെ റോക്കറ്റ് വിക്ഷേപനം, ഇങ്ങനത്തെ കാര്യങ്ങൾ വെച്ചിരിക്കുക. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, 1966 ലോകമെമ്പാട് കൊട്ടി ഘോഷിച്ച ഒരു ഹരിത വിപ്ലവം ഇന്ത്യക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ട് ഇന്നവരെയും ഒരു രണ്ടാമത്തെ ഒരു ഗ്രീൻ റെവല്യൂഷൻ, ഒരു ഹരിത വിപ്ലവം ഇന്ത്യക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല. അത് വലിയൊരു പോരായ്മയാണ്. രണ്ടാമത്തെ ഒരു ഗ്രീൻ റെവല്യൂഷൻ ഇന്ത്യക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല. ഇഷ്ടം പോലെ മേഖലയിൽ നമ്മൾ ഗവേഷണങ്ങൾ നടക്കണം. അപ്പൊ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, R&D, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, കാർഷിക മേഖലയിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വളരെയധികമായിട്ട് കുറവാണ്. They also do not know appropriate proportion in which inputs, fertilizer, വളങ്ങൾ എത്ര രീതിയിലാണ്, പെസ്റ്റിസൈഡ്സ്, കീടനാശിനികൾ, വീഡിസൈഡ്സ്, വീഡ് മീൻസ് കളകൾ പറിച്ച് കളയുന്നതാണ്. ഇതെല്ലാം ചില മരുന്നുകളുടെ കളകൾ മാത്രം നശിച്ചു പോകും. ഇതെല്ലാം അവർക്ക് സയന്റിഫിക് ആയിട്ടുള്ള ഒരു അറിവും യഥാർത്ഥത്തിൽ, ബിക്കോസ് ഓഫ് ദ ലോ ഇൻവെസ്റ്റ്മെന്റ് ഇൻ അഗ്രികൾച്ചർ റിസർച്ച്, ദർ ഇസ് ഓൾമോസ്റ്റ് നെഗ്ലിജിബിൾ ഇന്നോവേഷൻ ഇൻ ദ അഗ്രികൾച്ചർ സെക്ടർ. അപ്പൊ ഗവേഷണം ഇല്ല, അത് കാരണം കണ്ടുപിടുത്തങ്ങളും ഇല്ല, ഇൻവെൻഷനും ഇല്ല, കണ്ടുപിടിക്കുന്ന സാധനങ്ങൾ അത് പ്രാബല്യത്തിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നില്ല. പിന്നെ നമ്മൾ പറഞ്ഞു ലാൻഡ് ഫ്രാഗ്മെന്റൽ ലാൻഡ് ഹോൾഡിംഗ്, ചെറിയ ചിന്ന ഭിന്നമായിട്ട് ചെറിയ സ്ഥലങ്ങളാണ്. ഒരു ലാർജ് സ്കെയിലായിട്ട് വൻകിട രീതിയിൽ കൂടി കൃഷി നടത്തണമെങ്കിൽ പിന്നെ ധാരാളം ഏക്കർ വേണം, ഒന്നിച്ച് കിടക്കുന്ന ഏക്കർ വേണം. ഇത് ഓരോരുത്തരും മുള്ളുവേലി വെച്ച് കെട്ടിയിരിക്കുന്നതാണ്. ഇതെന്റെ അച്ഛൻ തന്നെ എനിക്ക് തന്ന ഒരു ഓഹരിയാണ്. ഞാൻ അത് ഒന്നും ചെയ്യൂല, കൃഷിയും ചെയ്യുന്നില്ല. ഞാൻ സെറ്റിൽ ചെയ്തിരിക്കുന്നത് ഫിലഡൽഫിയയിലാണ്. അത് കാരണം ഞാൻ വല്ലപ്പോഴും വരുമ്പോൾ എനിക്കൊന്ന് കണ്ടേച്ചാൽ മതി. അതിന്റെ അടുത്തുള്ള ആള് കൃഷി ചെയ്യാൻ ഇയാൾ വിൽക്കുകയില്ല, വേറെ അവരെ കൊണ്ട് അത് കൃഷി ചെയ്യാൻ സമ്മതിക്കുകയില്ല. അപ്പൊ ഭിന്നമായിട്ടുള്ള ഫ്രാഗ്മെന്റഡ് ലാൻഡ് ഹോൾഡിങ്സ്. അതുകൊണ്ട് ഇന്ത്യയിൽ യാതൊരു കാരണവശാലും ഉൽപാദനം കാര്യമില്ല. അവര് പറഞ്ഞ അക്കോർഡിംഗ് ടു അഗ്രികൾച്ചർ സെൻസസ് 2011, 67% ഓഫ് ലാൻഡ് ഹോൾഡിങ്സ് ഇൻ ഇന്ത്യ വേർ വിത്ത് മാർജിനൽ മീൻസ് ലെസ് ദാൻ 1 hectare ഓഫ് ലാൻഡ് മാത്രമേ ഉള്ളൂ. 67%. 18 holdings and 18% were with small means 1 to 2 hectares of land. ഈ 2 hectares ഓഫ് ലാൻഡ് കൊണ്ട് മോഡേൺ ആയിട്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ട് കൃഷി ചെയ്യാനൊന്നും പറ്റിയൊന്നുമില്ല. ഒരു ട്രാക്ടർ ഒരു സ്ഥലത്ത് നിന്ന് കൊണ്ടുപോകണമെങ്കിൽ ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് ടൈം. അത് 1 ഏക്കർ സ്ഥലത്തിലാണ് ഇത് ട്രാക്ടർ അവർ വരില്ല, കാരണം അവർക്ക് പിന്നെ ലാഭകരമായിരിക്കില്ല. നേരെ മറിച്ച് ഒരു വലിയൊരു പ്രദേശമാണ്. ഇതെല്ലാം നമുക്ക് സയന്റിഫിക് മെത്തഡ് ഉപയോഗിച്ച് കൃഷി ചെയ്യുമ്പോൾ അവർക്ക് ഉൽപാദനം വർദ്ധിക്കും, വരുന്ന ആളുകൾക്ക് അതിന്റെ ഗുണം കിട്ടും. ഈ പഞ്ചാബിൽ ഹരിയാനയിലൊക്കെ ഇപ്പോഴും ചെന്നിട്ടുണ്ടെങ്കിൽ കാർഷിക മേഖല ഇങ്ങനെ കിടക്കണേ. പക്ഷെ എന്താണ് അതിന്റെ കാരണം? എന്താണ്? ഇന്നിപ്പോ അത് കൃഷി ചെയ്യുന്നില്ല. അന്ന് ഹരിത വിപ്ലവത്തിന് വേണ്ടിയിട്ട് മുൻകൈയെടുത്ത എല്ലാ കർഷകരും അവര് പ്രായമായി, അവർക്കിപ്പോ ജോലി ചെയ്യാൻ പറ്റുന്നില്ല. അവരുടെ മക്കളോ ദേ ആർ ഐദർ ഇൻ കാനഡ ഓർ ഇൻ അമേരിക്ക ഓർ ഇൻ UK ഓർ ഇൻ ഓസ്ട്രേലിയ. ദേ ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ഡൂയിങ് അഗ്രികൾച്ചർ. പറഞ്ഞു മനസ്സിലായോ? അപ്പോ ഈ ഹരിത വിപ്ലവം നമ്മൾ കൊട്ടി കോഴിച്ച് നേടിയെടുത്ത ഹരിത വിപ്ലവം ഇപ്പൊ ഒരു സ്ഥലത്ത് നടക്കുന്നില്ല. പഞ്ചാബിലേക്ക് കൃഷി നടക്കുന്നതിന് ഇഷ്ടം പോലെ തരിശായിട്ടുള്ള ഭൂമികൾ കിടപ്പുണ്ട് ഇപ്പോഴും. കാരണം കൃഷി ഇപ്പൊ ഒരു ലുക്രേറ്റീവ് ആയിട്ട് ബിസിനസ് അല്ല. സബ്സിഡി എടുത്തു കളഞ്ഞ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഭയങ്കര കൂടി, സാധനത്തിന്റെ വില കൂടുമ്പോൾ ആളുകൾ മേടിക്കാനായിട്ട് ബില്ലിംഗ് അല്ല, ഇതെല്ലാം. ദെൻ ആബ്സെൻസ് ഓഫ് പ്രോപ്പർ ട്രെയിനിങ് ആൻഡ് ഫൈനാൻസ്. എങ്ങനെയാണ് കാർഷിക മേഖലയിൽ the government has made it compulsory. Most of the farmers are illiterate and without the required training for scientific methods of cultivation. അവർക്ക് ആയിരിക്കും ഇത് സയന്റിഫിക് മെത്തേഡ് ഓഫ് കൾട്ടിവേഷൻ എങ്ങനെയാണ് നടത്തുന്നതെന്ന് അവർക്ക് ആയിരിക്കും തന്നെ വലിയ കാര്യമായിട്ടുള്ള അവർക്ക് വലിയ അറിവൊന്നുമില്ല. നമുക്കറിയാം ദ ഗവൺമെന്റ് ഇപ്പോൾ കമ്പൽസറി ആണ്. ഏതെങ്കിലും ബാങ്കുകളിൽ ലോൺ കൊടുക്കുകയാണെങ്കിൽ 40% കൊടുക്കുന്ന ലോണിന്റെ 40% കാർഷിക മേഖലയ്ക്ക് കൊടുക്കണം. പക്ഷേ ഈ കാർഷിക മേഖലയ്ക്ക് കൊടുക്കാൻ ഇത് 40% ക്രെഡിറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല കർഷകർക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ പാടില്ല. അറിയാവുന്നവർ വളരെ കുറച്ച് പേരും ദേ ആർ ബിഗ് ലാൻഡ് ലോർഡ്സ്. ഇൻകം ഈസ് എക്സംപ്റ്റ് ഫ്രം ടാക്സേഷൻ. അപ്പൊ ഈ കൃഷിക്ക് സബ്സിഡി കൊടുക്കുമ്പോൾ, വിത്തിനും വളത്തിനും പിന്നെ ഇതിനെല്ലാം സബ്സിഡി കൊടുക്കുമ്പോൾ ഇതെല്ലാം ഉപയോഗിക്കുന്നത് ആരാണ്? വൻകിട ജന്മിമാരാണ്. പക്ഷെ കാർഷിക ഇൻകം, അഗ്രികൾച്ചറിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഇറ്റ് ഈസ് എക്സംപ്റ്റഡ് ഫ്രം ഡയറക്റ്റ് ടാക്സേഷൻ. ഒരു ടാക്സും കൊടുക്കണം. അപ്പൊ ഏറ്റവും കൂടുതൽ ഗുണം കിട്ടുന്നത് ആർക്കാണ്? മാർജിനൽ ഫാമേഴ്സ്. മാർജിനൽ ഫാമേഴ്സ് മീൻസ് 1 ഹെക്ടറിന് താഴെയുള്ള ആളുകൾക്ക് ഇതുകൊണ്ട് വല്ല ഗുണം കിട്ടുന്നില്ല.
സ്മോൾ ഫാമേഴ്സ് 2 ഹെക്ടർ വരെ ലാൻഡ് ഉള്ളവർക്കും ഇതുകൊണ്ട് ഗുണം കിട്ടുന്നില്ല. ഇപ്പൊ വലിയ ജന്മികൾക്ക് ഇതിന്റെ ഗുണം കിട്ടുന്നുണ്ട്. പക്ഷെ ഇവര് ഒരു പൈസ പോലും ഡയറക്റ്റ് ആയിട്ട് അഗ്രികൾച്ചർ ഇൻകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എക്സംപ്റ്റഡ് ഫ്രം ഇൻകം ടാക്സേഷൻ. അപ്പൊ 4% ഇൻട്രസ്റ്റിന് വരെ ചില ബാങ്കുകളും അതുപോലെ കിസാൻ ക്രെഡിറ്റ് കാർഡിൽ കൂടിയെല്ലാം 4% ഇൻട്രസ്റ്റ് റേറ്റ് ലോൺ കൊടുക്കുന്നുണ്ട്. പക്ഷെ പലവർക്കും ഇതിനെക്കുറിച്ച് അജ്ഞത ഉള്ള കാരണം അവരെന്ത് ചെയ്യും? ദേ ഗോ ടു ദ ലോക്കൽ മണി ലെൻഡേഴ്സ്. പലപ്പോഴും കർഷകർ ആത്മഹത്യ ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ ഏതെങ്കിലും ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ ക്രെഡിറ്റ് സൊസൈറ്റികളിൽ നിന്നോ പിന്നെ ലോൺ എടുത്തിട്ടല്ല. കാരണം ഇതിന് അഗ്രികൾച്ചർ ഇന്ത്യയിലേക്ക് ഓഫ് സീസണാണ്. 6 മാസം കഴിഞ്ഞാൽ കൃഷിയില്ല. ഈ സമയത്ത് അവർക്ക് ചെലവുണ്ട്. അവർക്ക് ഉത്സവം നടത്തണം, കല്യാണം നടത്തണം, മറ്റു മേഖലകളിലേക്ക് അവർക്ക് പൈസ ചെലവുണ്ട്. കാർഷിക മേഖല മോശമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ആ വർഷവും ജനങ്ങളുടെ പോക്കായിരിക്കുള്ളൂ. ഇഷ്ടംപോലെ ആളുകൾ അപ്പൊ ഇതിനെല്ലാം മകളുടെ കല്യാണം നടത്തുന്നതിന് വേണ്ടിയിട്ടും അഥവാ ആഡംബരത്തിന് വേണ്ടിയിട്ടും കൂട്ടുകാരായിട്ട് ജോലി അടിക്കുന്നതിന് വേണ്ടിയിട്ടൊന്നും ബാങ്കുകളിൽ ലോൺ കൊടുക്കൂല. അപ്പൊ അവരെന്ത് ചെയ്യും? അവര് അടുത്തുള്ള മണി ലെൻഡേഴ്സിന് ഇത് മേടിക്കും. who charge exorbitant rate of interest. 30, 300, 400% അവർ ടാക്സ് മേടിക്കുന്നത്. ഇത് ഈ പലിശ മേടിക്കുന്നത്. പലിശ കൊടുത്തില്ലേ അൾട്ടിമേറ്റ് ആയിട്ട് ഇവർ ഈ സ്ഥലത്തിന്റെ ഈട് കൊടുത്തിട്ടാണ് അവർ പൈസ കൊടുക്കുന്നത്. ഇനി അഥവാ പൈസ കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ ഈ സ്ഥലം അവരുടെ കയ്യിൽ ആവുകയും ചെയ്തു. സോ ദേ ബിക്കം അഗെയിൻ റിച്ചർ ആൻഡ് ദ പുവർ ബിക്കംസ് poorer and poorer. ഡെറ്റ് ട്രാപ്പ്. ഈ മാർക്കറ്റിംഗ് നമുക്കറിയാമല്ല, ദ ഗവൺമെന്റ് ഇപ്പോൾ മിനിമം സപ്പോർട്ട് പ്രൈസസ് ഉണ്ട്. മിനിമം സപ്പോർട്ട് പ്രൈസ് എന്താ? മിനിമം സപ്പോർട്ട് പ്രൈസ് മീൻസ് ഗവൺമെന്റ് ഓരോ വർഷവും താങ്ങുവില, അതായത് നെല്ലിന്റെ താങ്ങുവില മീൻസ് ഇപ്പോൾ 200 രൂപയാണെങ്കിൽ ഒരു 100 അല്ലെങ്കിൽ ഒരു 1000 രൂപയാണ്. ഒരു ക്വിൻ്റലിന് 1000 രൂപയാണെങ്കിൽ ഈ ഒരു കാരണവശാൽ അഥവാ കൃഷി ഉൽപ്പാദിപ്പിച്ച് ഗണ്യമായിട്ടുള്ള ഉൽപാദനം ഉണ്ടായെങ്കിലും യാതൊരു കാരണവശാലും 1000 രൂപയിൽ താഴെ വില പോകില്ല. ദാറ്റ് ഈസ് മിനിമം സപ്പോർട്ട് പ്രൈസ്. ഇതൊരു അഷുറൻസ് ആണ്, കൃഷിക്കാർക്കുള്ള അഷുറൻസ് ആണ്. നിങ്ങൾ കൂടുതൽ ഉൽപ്പാദിപ്പിച്ചോ, ചില സമയത്തൊക്കെ തക്കാളിയൊക്കെ കൂടുതൽ ഉൽപ്പാദിപ്പിക്കും, അപ്പൊ 50 പൈസ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ 25 പൈസ ഉണ്ടാവുള്ളൂ ഉൽപ്പാദിപ്പിക്കുന്ന മേഖലയിൽ. പലരും ആ സമയത്ത് കൊടുക്കൂല, കന്നുകാലികളിൽ കൊണ്ടുവന്നിടും. അവിടെ കിടന്ന് തിന്ന് കുറെ നേരം തിന്നും, അതിനുശേഷം അവിടെ കിടന്ന് ഉറങ്ങും, പിന്നെ എഴുന്നേറ്റിട്ട് പിന്നെയും തിന്നും. എന്നാലും അവർ കൊടുക്കൂല. മനസ്സിലായോ? കാരണം എന്താണ്? കൂടുതൽ കൃഷി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് വില കുറവായിരിക്കുള്ളൂ. അപ്പൊ അവരുടെ ഇതൊരു അഷുറൻസ് ആണ്, കർഷകർക്ക് കൊടുക്കുന്ന അഷുറൻസ്. നിങ്ങൾ എത്രമാത്രം വേണമെങ്കിലും കൂടുതൽ ഉൽപ്പാദിപ്പിച്ചോ, പക്ഷെ യാതൊരു കാരണവശാലും ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്ന വിലയിൽ താഴോട്ട് പോകാനാണ് അങ്ങനെ പറഞ്ഞത് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി എൻഡ് അപ്പ് സെല്. അപ്പൊ പല ആളുകൾക്കും കാർഷിക മേഖലയിൽ ജോലി ചെയ്യുന്ന, ഗ്രാമപ്രദേശത്ത് ജോലി ചെയ്യുന്ന പലവർക്കും മാണ്ടീസ് മീൻസ് അവിടുത്തെ ലോക്കൽ മാർക്കറ്റിനെ പറഞ്ഞത് മാണ്ടി എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇവർക്ക് ഇവിടം വരെ കൊണ്ടുപോകാനായിട്ട് ഇവർക്കുള്ള അതിനുള്ള പ്രാപ്തിയില്ല. കാരണം ഞാൻ പറഞ്ഞ സീസണൽ റോഡുകളാണ്. പിന്നെ ദൂരെ കൊണ്ടുപോകാണ്ട് അവർക്ക് വാഹനം മറ്റു മാർഗമൊന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഈ ബ്രോക്കർമാർ, ഏജന്റുമാർ ഇവിടെ വന്ന് ഡിസ്ട്രസ് സെയിൽ അവരെ ഉണ്ടാ ഇവിടെ പറഞ്ഞിരിക്കുന്നുണ്ട, അവരെ കൊണ്ട് ഡിസ്ട്രസ് സെയിൽ നടത്തുന്നു. കാരണം ഇത് വെച്ചിട്ടിരുന്നിട്ട് കാര്യമില്ല. ഓരോ ദിവസം ചെല്ലും തോറും ഈ തക്കാളി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അഗ്രികൾച്ചറൽ കമോഡിറ്റീസ് ആർ ഹൈലി പെരിഷബിൾ. ഏറ്റവും പെട്ടെന്ന് മോശമാവുന്ന ഇതാണ്. അത് സ്റ്റോർ ചെയ്യാൻ പറ്റൂല, പ്രോസസ് ചെയ്യാതെ സ്റ്റോർ ചെയ്യാൻ പറ്റൂല. ഗ്രേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല വില കിട്ടും. ആദ്യം 1ാം ക്വാളിറ്റി, 2ാം ക്വാളിറ്റി, 3ാം ക്വാളിറ്റി, 4ാം ക്വാളിറ്റി ഒരു ക്വാളിറ്റി അനുസരിച്ച് അവർക്ക് വില കിട്ടും. ഇത് മൊത്തത്തിൽ അങ്ങോട്ട് കൊടുക്കണേ. ഇപ്പൊ 4ാമത്തെ ഗ്രേഡിന്റെ പൈസ അവർക്ക് കൊടുക്കുള്ളൂ. ആദ്യം എന്താണ് സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ സ്റ്റോറേജിൽ കൂടി അവർക്ക് നഷ്ടപ്പെടും. അപ്പോൾ ഒരു ഡിസ്ട്രസ് സെയിൽ ചെയ്യണം. ഇതെല്ലാം ഈ ഏജന്റുമാരെ ഒന്ന് മേടിക്കും. അവർക്ക് വണ്ടിയും വാഹനവും എല്ലാ സൗകര്യവും ഉണ്ടാവും. ദേ വിൽ ടേക്ക് ഇറ്റ് ടു ദ ഡിസ്റ്റന്റ് മാർക്കറ്റ്. അവർ ഇതിന്റെ 4 ഇരട്ടി വില അവർക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ പ്രോബ്ലം എന്താണ്? മാർക്കറ്റിംഗ് പ്രോബ്ലം ഉണ്ട്. പിന്നെ സോയിൽ എറോഷൻ. എന്തുകൊണ്ടാണ്? പ്രത്യേകിച്ച് ഡീഫോറസ്റ്റൈസേഷൻ കൊണ്ട്. എന്താ ഈ മലകളിലെ ഇടയിലെല്ലാം മരങ്ങളൊക്കെ വെട്ടുമ്പോൾ മണ്ണിന്റെ ഫലപുഷ്ടി ധാരാളമായിട്ട് ഒലിച്ച് വെള്ളത്തിലേക്ക് പോവുകയും അല്ലെങ്കിൽ പുഴകളിലും കടലിലോട്ടൊക്കെ പോവുകയും ഫെർട്ടിലിറ്റി ഓഫ് ദ ലാൻഡ് ഓഫ് ദ കൾട്ടിവേഷൻ, ഫെർട്ടിലിറ്റി ഓഫ് ലാൻഡ് ഫോർ കൾട്ടിവേഷൻ ഓൾസോ കംസ് ഡൗൺ. ദെൻ എക്സസീവ് യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ്. കൂടുതൽ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ആ ഒറിജിനൽ ആയിട്ടുള്ള ആ സ്ഥലത്തിന്റെ ഫെർട്ടിലിറ്റി അല്ലെങ്കിൽ സോയിലിന്റെ വളക്കൂറ് ഗണ്യമായിട്ട് നശിച്ചു പോകും. ആൻഡ് ദാറ്റ് വിൽ ലീഡ് ടു റിഡക്ഷൻ ഇൻ ദ പ്രൊഡക്ടിവിറ്റി ഓഫ് ക്രോപ്സ്.
the productivity of almost all Indian crops is less than the world average. എക്സസ് ആയിട്ട് നമ്മൾക്ക് ഇതുപോലെ തന്നെ എന്ത് ഉപയോഗിക്കാൻ പാടില്ല, എന്താണ് ഫെർട്ടിലൈസേഴ്സ്, കീടനാശിനികളും പെസ്റ്റിസൈഡ്സും അതുപോലെ തന്നെ വളങ്ങളും ഇതെല്ലാം എക്സസീവ് ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള ഫെർട്ടിലിറ്റി യഥാർത്ഥത്തിൽ മണ്ണിന്റെ ഫലപുഷ്ടി ഗണ്യമായിട്ട് തന്നെ കുറഞ്ഞു പോകും. അല്ലെങ്കിൽ എല്ലാ വർഷവും അത് ഇട്ടുകൊണ്ടിരിക്കണം. അതിനുള്ള പണമൊന്നും സാധാരണഗതിയിൽ സാധാരണ കർഷകരുടെ കൈവശമില്ല. ഇതാണ് നമ്മൾ പറഞ്ഞത്. ഇനി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രി നമുക്കറിയാം. പിന്നെ എക്കണോമിക് ഡെവലപ്മെന്റ് ഒരു ആദ്യത്തെ ഒരു ഫേസിൽ നമുക്ക് പറയാം, ലാർജ് സെക്ഷൻ ഓഫ് ദ പോപ്പുലേഷൻ ആർ പുവർ ആർ ദേ ആർ ലെസ് എഡ്യൂക്കേറ്റഡ് അല്ലെ. ആദ്യത്തെ ഒരു രാജ്യത്തിന്റെ ആദ്യത്തെ നമ്മളുടെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ കൂടുതൽ ആളുകളും പിന്നെ ദരിദ്രരായിരിക്കും, അവർ എഡ്യൂക്കേഷൻ ഉണ്ടാവില്ല, കൂടുതൽ ആളുകളും താമസിക്കുന്നത് പിന്നെ ഗ്രാമപ്രദേശത്തായിരിക്കും. അതുമാത്രമല്ല അവരുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗവും എന്തായിരിക്കും കൃഷിയായിരിക്കും. അങ്ങനെ ദ ഫിസിയോക്രാറ്റ്സ്, അതായത് ആഡം സ്മിത്തിന് മുമ്പ് വന്ന, അതായത് ക്ലാസിക്കൽ ഇക്കോണമിക്സിന് മുമ്പ് വന്ന പിന്നെ ആളുകളുടെ ഒരു വിഭാഗം ആളുകളുടെ പേരാണ് ഫിസിയോക്രാറ്റ്സ്. ഇതിനകത്ത് കുറെ ഇക്കോണമിസ്റ്റുകളുടെ പേര് പറയും കേട്ടോ. The physiocrats believed that only agriculture sector can produce economic surplus over and above the cost of production. അവരെ സംബന്ധിച്ചിടത്തോളം കാർഷിക മേഖല അവർക്ക് വളരെ ഓപ്റ്റിമിസ്റ്റിക് ആയിരുന്നു. കാരണം കാർഷിക മേഖലയ്ക്ക് മാത്രമേ സർപ്ലസ് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുള്ളൂ. ഉൽപാദന ചെലവ് കഴിഞ്ഞിട്ട് സർപ്ലസ് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുള്ളൂ. അതിനുശേഷം ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റും ഇവരുടെ ഈ ഐഡിയയോട് യോജിക്കുകയും significant agricultural development in overall development by linking the development to other sectors. അവരും പറഞ്ഞു കാർഷിക മേഖലയുടെ ഡെവലപ്മെന്റ് ഒരു രാജ്യത്തിന്റെ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ കാരണം ഇറ്റ് ഈസ് ലിങ്ക്ഡ് ടു അതർ സെക്ടേഴ്സ്. ഇതെല്ലാം കഴിഞ്ഞ പിന്നെ നേരത്തെ പറഞ്ഞു തന്നാൽ ഇറ്റ് ഈസ് ലിങ്ക്ഡ് ടു അതർ സെക്ടേഴ്സ്. ഏതൊക്കെയാണ്? വ്യവസായ മേഖലയിലും സേവന മേഖലയ്ക്കായിട്ടും. However, classical economists did not make any difference between growth and development. കാർഷിക മേഖല ഈ ക്ലാസിക്കൽ എക്കോണമിസ്റ്റ് അവർ പറഞ്ഞത് ഗ്രോത്തും ഡെവലപ്മെന്റും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ നമ്മൾ പറഞ്ഞു there is a difference between growth. ഒരു രാജ്യത്തിൽ ദേശീയ വരുമാനത്തിൽ വർധനമുണ്ടെങ്കിൽ ഗ്രോത്ത് ഉണ്ടാവും. ആ ഗ്രോത്ത് ആ ദേശീയ വരുമാനത്തിലുള്ള അല്ലെങ്കിൽ GDP-യിലുള്ള വർധന എന്തുകൊണ്ടായിരിക്കും? ഇല്ലീഗൽ ആക്ടിവിറ്റീസിൽ കൂടി പണം ഉണ്ടാക്കാം. രാജ്യത്തിൽ ഗ്രോത്ത് ഉണ്ടാവും, പക്ഷെ ഡെവലപ്മെന്റ് ഉണ്ടാവില്ല. ഡെവലപ്മെന്റ് മീൻസ് ആദ്യം ഗ്രോത്ത് ഉണ്ടാകണം, പ്ലസ് ദ ഡെവലപ്മെന്റ് അതർ ഏരിയാസ്. വിദ്യാഭ്യാസത്തിൽ പറഞ്ഞു മനസ്സിലായോ? മറ്റു മേഖല സാംസ്കാരികവും സാമ്പത്തികവുമായിട്ട് മേഖലകളിൽ വളർച്ച ഉണ്ടാകണം. വിദ്യാഭ്യാസപരമായിട്ട് വളർച്ച ഉണ്ടാകുമ്പോഴാണ് ഒരു രാജ്യത്തിൽ സാമ്പത്തിക പുരോഗതി യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നത്. ദാറ്റ് ഈസ് ദേ അസ്യൂം ദാറ്റ് ഇഫ് ദർ ഇസ് ഗ്രോത്ത് ദർ വിൽ ബി നാച്ചുറലി ബി ഡെവലപ്മെന്റ്. അത് ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റ് പറയും. ഒരു രാജ്യത്തിൽ ഗ്രോത്ത് ഉണ്ടെങ്കിൽ ആ രാജ്യത്തിൽ അതായത് പുരോഗതി ഉണ്ടാവും. The income level of the households in rural areas to create a demand for industrial produce for overall economic development. അപ്പൊ കാർഷിക മേഖലയുടെയും വ്യവസായ മേഖലയുടെയും പിന്നെ ഡെവലപ്മെന്റ് അത് സിന്തസൈസ് ചെയ്യുമ്പോൾ ഒരുമിച്ച് കൊണ്ടുപോവുക. എന്നാൽ മാത്രമേ ഒരു രാജ്യത്തിന് സാമ്പത്തിക മേലോട്ടുള്ള ഗതി ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ മേലോട്ട് പിന്നെ പുരോഗതി ഉണ്ടാവുള്ളൂ. അപ്പൊ കാർഷിക മേഖല മാത്രം വിചാരിച്ചാൽ സാധിക്കില്ല. ഇൻഡസ്ട്രിയൽ മേഖല അതിനെ പറഞ്ഞത് ഇന്റർ ഡിപ്പെൻഡന്റ് ആയിരിക്കണം വളർച്ച. കാർഷിക മേഖലയ്ക്ക് മാത്രം നമ്മൾ ഊന്നൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ വ്യവസായ മേഖല വളരില്ല. വ്യവസായ മേഖലയ്ക്ക് മാത്രം നമ്മൾ ഊന്നൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കാർഷിക മേഖല വളരില്ല. അതുകൊണ്ടാണ് കാർഷിക മേഖലയ്ക്കും വ്യവസായ മേഖലയ്ക്കും സേവന മേഖലയ്ക്കും there is a lot of linkage in the overall economic development. ഇനി അടുത്താണ് ദ ബിഗ് പുഷ് തിയറി. റോസൻസ്റ്റൈൻ റോഡാൻ 1940. ഇത് ഇക്കോണമിസ്റ്റിന്റെ പേരാണ്, എൻ്റെ പേരല്ല കേട്ടോ. റോസൻസ്റ്റൈൻ റോഡാൻ 1943 അതിൽ പറഞ്ഞത് ബിഗ് പുഷ്. എന്താണ് ബിഗ് പുഷ് തിയറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലായോ? നമ്മുടെ 2 വീലറുള്ളവർക്കാർ നമ്മുടെ വാഹനം നടക്കുന്നില്ല, എന്ത് ചെയ്യും? ഒരു എക്സ്ട്രാ പുഷ് കൊടുക്കുക. ചിലപ്പോൾ ഒന്ന് ആരെങ്കിലും ഒന്ന് പുറയുന്ന തള്ളിത്തരുന്നത്, ചിലപ്പോൾ തള്ളി കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്യും, പിന്നെ ഇത് നോർമൽ ലെവലിൽ പോയിക്കോളും. അതിനെ പറഞ്ഞ ബിഗ് പുഷ് പറഞ്ഞു. റിഡൻഡന്റ് ആയിട്ട് അല്ലെങ്കിൽ ഡോർമെന്റ് ആയിട്ട് ഏതെങ്കിലും ഒരു മേഖല ഡോർമെന്റ് ആയിട്ട് കിടക്കണമെങ്കിൽ ഒരു ത്രസ്റ്റ് കൊടുക്കുക. ആ ത്രസ്റ്റ് കൊടുക്കുമ്പോൾ എഴുന്നേൽക്കും. മനസ്സിലായോ? വണ്ടി പുഷ് ചെയ്യുമ്പോൾ ഇവൻ വലിയ ബസ്സും ട്രക്കൊക്കെ ഞാൻ തള്ളണ കണ്ടിട്ടുണ്ട്. ഒന്ന് ഇവിടുത്തെ അവിടെ വരെ തള്ളുമ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു.
വണ്ടി പോയിക്കോളും, നോർമൽ സ്പീഡിൽ പോയിക്കോളും. അപ്പോൾ ബിഗ് പുഷ് തിയറി അദ്ദേഹം പറയുന്നത് എന്താണ്? സമൾട്ടേനിയസ് എക്സ്പാൻഷൻ ഓഫ് പ്രൊഡക്ഷൻ, എംപ്ലോയ്മെന്റ് ആൻഡ് കൺസംപ്ഷൻ ഇൻ ഓൾ സെക്ടേഴ്സ് ഓഫ് ദി ഇക്കോണമി ഫോർ റിമൂവിങ് ദ ഓബ്സ്റ്റിക്കിൾസ് ഇൻ ദ പ്രോസസ് ഓഫ് ഇക്കണോമി. അപ്പോൾ ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതിക്ക് തടസ്സമായിട്ട് എന്തെങ്കിലും നിന്നിട്ടുണ്ടെങ്കിൽ എന്താണ്? വി ഷുഡ് ഹാവ് എന്താണ്? സമൾട്ടേനിയസ് എക്സ്പാൻഷൻ ഓഫ്, ഒരേ സമയത്ത് പ്രൊഡക്ഷനിലും എംപ്ലോയ്മെന്റിലും കൺസംപ്ഷനിലും ഓഫ് ഓൾ ദ സെക്ടേഴ്സ് ഓഫ് ദി ഇക്കോണമി. കാർഷിക മേഖല മാത്രമല്ല, വ്യവസായ മേഖലയിലും സേവന മേഖലയിലും ഇങ്ങനെ വരുമ്പോൾ ഇറ്റ് വിൽ റിമൂവ് ദ ഓബ്സ്റ്റിക്കിൾസ് ഇൻ ദ പ്രോസസ് ഓഫ് ഇക്കണോമിക് ഡെവലപ്മെന്റ്. അപ്പോൾ ഒരു രാജ്യത്തിൽ ഒരു ബാലൻസ്ഡ് ഗ്രോത്ത് വേണമെങ്കിൽ, കാരണം ഇംബാലൻസ്ഡ് ഗ്രോത്ത് ഉള്ള സമയത്താണ് നമുക്കൊരു ബിഗ് പുഷ് വേണ്ടത്. ചില മേഖലകൾ ഡോർമെന്റ് ആയിട്ട് കിടക്കണേണ്, ആവശ്യത്തിനുള്ള അറ്റൻഷൻ കിട്ടാത്തതാണ്, ആവശ്യത്തിനുള്ള പണം ഇല്ലാത്തത് കാരണം ചില മേഖലകൾ, വ്യവസായ മേഖലകളോ അല്ലെങ്കിൽ സേവന മേഖലകളോ കാർഷിക മേഖല ഡോർമെന്റ് ആയിട്ട് കിടക്കണേ, ഉറങ്ങിക്കിടക്കണേ. ആ സമയത്ത് ഒരു ബിഗ് പുഷ് വന്ന ഒരു ഉണർവ് വരികയാൻ, പിന്നെ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ വരുമ്പോൾ വി ഷുഡ് ഹാവ് എ സമൾട്ടേനിയസ് എക്സ്പാൻഷൻ. ആ മേഖലയ്ക്ക് നമ്മളൊരു പുഷ്, ഒറ്റ പ്രാവശ്യം ഒരു വാഹനം തള്ളിയിട്ട് അതിന്റെ ഡെസ്റ്റിനേഷൻ വരെ നമ്മൾ തള്ളേണ്ട ആവശ്യമില്ല. അതിന്റെ ഡെസ്റ്റിനേഷൻ വരെ നമ്മൾ തള്ളേണ്ട ആവശ്യമില്ല, ഒന്ന് തള്ളി കൊടുത്തേച്ചാൽ മതി, അത് പോയിക്കോളും. അപ്പോൾ ഇറ്റ് ഷുഡ് ഹാവ് എ ബാലൻസ്ഡ് ഗ്രോത്ത് ഓഫ് ഇന്റർറിലേറ്റഡ് സബ് സെക്ടേഴ്സ് ബിറ്റ്വീൻ ഇൻഡസ്ട്രി ആൻഡ് അഗ്രികൾച്ചറൽ സെക്ടർ. അപ്പൊ ബിഗ് പുഷ് എന്താണ് അതിന്റെ ഗുണം? It will solve the problem of poverty in the rural areas, and also it will increase the ability of agriculture sector to supply capital for the industrial expansion through saving of households in the rural area. അപ്പോൾ ബിഗ് പുഷ്, കാർഷിക മേഖലയിൽ നമ്മളൊരു ബിഗ് പുഷ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചേർക്കുന്ന ഒന്ന് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് നമ്മൾ സഹായിക്കും. ദെൻ അഗ്രികൾച്ചർ സെക്ടറിന് കൂടുതലായിട്ട് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് കാർഷിക മേഖലയിലുള്ള ആൾ മിച്ചം വെക്കും, അത് ബാങ്കിൽ നിക്ഷേപമായിട്ട് വരും. അങ്ങനെ ക്യാപിറ്റൽ ഫോർമേഷൻ ഒരു പരിധി വരെ നമുക്ക് നടക്കുകയും ചെയ്യും. ലൂയിസ് പറയണേ, ആർതർ ലൂയിസ്, അദ്ദേഹത്തിന്റെ ഫുൾ നെയിം, 1954 അദ്ദേഹം പറയുന്നത് കാർഷിക മേഖലയിൽ, ഡെവലപ്പിംഗ് രാജ്യങ്ങളിൽ കാർഷിക മേഖലയിൽ ധാരാളം ലേബർ സപ്ലൈ ഉണ്ട്. And most of these laborers are employed in agricultural sector where marginal productivity is zero. Marginal productivity ആദ്യത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നെ, ഇഷ്ടംപോലെ ആളുണ്ട്. അവിടെ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് ആണ്. കാരണം എന്താണ്? ലേബർ, ഈ കാർഷിക മേഖലയിലുള്ള ആളുകൾ എല്ലാം തന്നെ കൃഷിയിലാണ് ജോലി ചെയ്യുന്നത്. പക്ഷെ അവിടെ എല്ലാവരും ജോലി ചെയ്തിട്ട് കാര്യമില്ല. കാരണം അവരുടെ മാർജിനൽ പ്രൊഡക്ടിവിറ്റി, അവസാനത്തെ യൂണിറ്റിൽ നിന്ന് കിട്ടുന്ന ഉൽപാദനം സീറോയാണ്. അച്ഛനും അമ്മയും ജോലിക്ക് പോയിരുന്ന ഇതായിട്ട് അവർക്ക് വളരെ സുഭിക്ഷമായിട്ട് കഴിയുന്നു. 2 മക്കൾ വലുതായി തൊട്ട് വന്നിട്ട് ഒന്നും തന്നെ ചെയ്യുന്നില്ല. മനസ്സിലാവും? അവര് പറയാണ്, നിങ്ങൾ എന്തുകൊണ്ട് വൈ ഡോണ്ട് യു കം ആൻഡ് സപ്പോർട്ട് അസ്? നിങ്ങൾക്ക് ഒരു ജോലിയും ചെയ്യില്ലല്ലോ. ഒരു മനസ്സിലാവും ചെന്നിട്ട് കാർഷിക മേഖലയിൽ ജോലി ചെയ്യണേ. ഈ 4 പേരും കൂടി ജോലി ചെയ്തിട്ടും അച്ഛനും അമ്മയും മാത്രമായിട്ട് ജോലി ചെയ്തത് എന്തുമാത്രം ഉൽപ്പാദിപ്പിച്ചോ അത്രയും മാത്രമേ അവർക്ക് വീണ്ടും ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നുള്ളൂ. അപ്പൊ 2 പേര് അവിടെ കൂടുതലാണ്. എന്നാ പറഞ്ഞ ഡിസ്ഗൈസ്ഡ്, പ്രച്ഛന്നവേഷം, ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞ കാര്യം എന്താണ്? കാരണം അപ്പാരന്റ് നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ എല്ലാവർക്കും ആ കുടുംബം നല്ലവരാണ്, അച്ഛനുണ്ട് ജോലി, അമ്മക്കുണ്ട് ജോലി, സിസ്റ്ററിനുണ്ട് ജോലി, ബ്രദറിനുണ്ട് ജോലി, എല്ലാവരും ജോലിക്ക് പോകുന്നത്. എവിടെയാണ് ജോലി? കാർഷിക മേഖലയിൽ. 4 പേരുടെ ആവശ്യമില്ല. 1-2 പേര് അവിടുന്ന് മാറിയിട്ടുണ്ടെങ്കിലും മൊത്തം ഉൽപാദനത്തിന് കുറവ് വരില്ല. എന്തുകൊണ്ടാണ് 2 പേര് മാറാത്തത്? ഗ്രാമത്തിൽ വേറെ ജോലി സാധ്യതയില്ല. അല്ലെങ്കിൽ അവിടുന്ന് പോയി പട്ടണ പ്രദേശത്തിലേക്ക് ചേക്കേറണം. പട്ടണ പ്രദേശത്തിൽ എല്ലാവരും സ്വീകരിക്കാനായിട്ടുള്ള കപ്പാസിറ്റി അവിടെ ഇല്ല. അപ്പൊ അവരവിടെ പോകും, ഡെവലപ്പ് സേവന മേഖലയിൽ പോകും. അവിടെ ഈ ഓർഗനൈസ്ഡ് സംഘടിത മേഖലയിൽ അസംഘടിതമായിട്ടുള്ള തൊഴിലുണ്ടാവും. പാരവണ്ടി വലിക്കുകയോ ക്ലീൻ ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇതിന് ചുമട് കൊടുക്കുകയോ അങ്ങനെയുള്ള ഓട്ടോറിക്ഷ ഓടിക്കുകയോ അതുപോലത്തെ ജോലികൾ അവർ ചെന്ന് ഏർപ്പെടുകയും ചെയ്യും. ദിസ് ഈസ് വാട്ട് ഈസ് ഡോണേഴ്സ്. അപ്പൊ ലൂയിസ് പറഞ്ഞത് ഇഷ്ടം പോലെ ആളുകളുണ്ട്. Therefore, low paid labor employed in agricultural sector will migrate. അപ്പൊ ലോ പെയ്ഡ് ആയിട്ടുള്ള ആളുകൾ they will try to, അവർക്ക് അവിടെ അധികം നാട് നിൽക്കാൻ പറ്റൂല. അവര് they will go to the migrate to the industrial sector because കാരണം എന്താണ്? അവിടെ തന്നെ കുറച്ചും കൂടെ കൂടുതൽ വേജസ് കിട്ടും. പക്ഷേ മാർജിനൽ പ്രൊഡക്ടിവിറ്റി കൂടുതലായിരിക്കും. നമ്മൾ വ്യവസായ മേഖലയിൽ ചെല്ലുമ്പോൾ നമ്മളുടെ ഓരോരുത്തരുടെ ശരാശരി ഉൽപാദനം കാർഷിക മേഖലയെക്കാട്ടും കൂടുതലായിരിക്കും, വേജ് റേറ്റ് കൂടുതലായിരിക്കും. Therefore, it will be high because of the higher investment and technological innovation, which will further lead to capital formation due to increase in the savings and capital inputs. അപ്പോൾ ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ
കപ്പാസിറ്റി, ഇതേപോലത്തെ തൊഴിലാളികൾ ഗ്രാമപ്രദേശത്ത് നിന്ന് വരുന്ന ആളുകളെ അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള അവരുടെ കപ്പാസിറ്റി ഗണ്യമായിട്ട് വർദ്ധിക്കും. ദ പ്രോസസ് ഓഫ് ഹയറിംഗ് ബൈ ദ ഇൻഡസ്ട്രിയൽ സെക്ടർ വിൽ സ്റ്റോപ്പ് അറ്റ് ദ പോയിന്റ് വേർ സപ്ലൈ ഓഫ് ലേബർ ബിക്കംസ് വേജ് ലാസ്റ്റിംഗ് വേർ വേജസ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് കാർഷിക മേഖലയിൽ നിന്ന് വ്യവസായ മേഖലയിലേക്ക് ഈ ചേക്കേറുന്ന പ്രോസസ്സ് എപ്പോഴാണ് നിൽക്കുന്നത്? കാർഷിക മേഖലയിലും വ്യവസായ മേഖലയിലും കിട്ടുന്ന കൂലി ഏകദേശം തുല്യമാവുമ്പോൾ അത് നിൽക്കുകയും ചെയ്യും. ഈ മൈഗ്രേഷൻ നിൽക്കുകയും ചെയ്യും. ഞാനൊരു നിസ്സാരമായിട്ടൊരു ഉദാഹരണം പറഞ്ഞുതരാം. നിങ്ങളൊക്കെ നിങ്ങളുടെ വീടിൻ്റെ അടുത്ത്, പ്രത്യേകിച്ച് ഗ്രാമങ്ങളിലോ സെമി അർബൻ ഏരിയയിലൊക്കെ താമസിക്കുന്ന ആളുകളുടെ ഒക്കെ അവിടെ വീട്ടിലൊക്കെ മുൻകാലങ്ങളിൽ ഇഷ്ടംപോലെ ആളുകൾ, പ്രത്യേകിച്ച് ലോ ഗ്രേഡ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ജോലിയുടെ ഗ്രേഡ് അല്ല, അതായത് മെയ്സൺസ്, അതുപോലെ തന്നെ കാർപ്പൻറ്റേഴ്സ്, അവർ ലോ ഗ്രേഡ്, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കാം, ലോ ഗ്രേഡിൽ നിന്ന് അതല്ല ഉദ്ദേശിച്ചത്, മനസ്സിലായോ? അതായത് ഇതേപോലത്തെ ഉള്ള അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളെല്ലാം ഗൾഫ് മേഖലയിലൊക്കെ പോയി. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അവിടെ ഇപ്പൊ ഈ നമ്മുടെ കൊറോണ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവരവിടെ പോകുന്നതിന്റെ കാര്യം എന്ന് വെച്ചാൽ അവർക്ക് കൂടുതലായിട്ട് ഓവർ ടൈം കിട്ടുമ്പോൾ ആ പൈസ അവർക്ക് സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലേക്ക് അയച്ചു കൊടുക്കാം. ആ വീട്ടുകാർ അതുകൊണ്ട് സുഖമായിട്ട് ജീവിക്കുകയും ചെയ്യും. ഇപ്പൊ അതൊന്നുമില്ല. അവർക്കിപ്പോൾ സാധാരണഗതിയിൽ ജോലി മാത്രമേ ഉള്ളൂ. ആ ജോലി അവർക്ക് ഇവിടെ നിന്നാൽ കിട്ടും. ആൻ ആവറേജ് ഒരു പിന്നെ മെയ്സണോ അല്ലെങ്കിൽ കാർപ്പൻ്ററിനോ 1000, 1100, 1200 കിട്ടുന്നുണ്ട്. 1200 അവർക്ക് ഈ കേരളത്തിലോ അല്ലെങ്കിൽ അവരുടെ സംസ്ഥാനങ്ങളിലോ കിട്ടിയാൽ ദേ ആർ വെരി ഹാപ്പി. അവർക്ക് അവരുടെ കുടുംബമായിട്ട് ഒത്തുക. ഇത് 2 വർഷത്തിലൊരിക്കൽ വന്നാണ് ഭാര്യനും മക്കളും കാണുന്നത്. എല്ലാ ദിവസവും ഭാര്യ മക്കളായിട്ട് ഒരു നല്ലൊരു കുടുംബജീവിതം നയിച്ചു പോകാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു എക്സഡസ്, അല്ലാതെ ഈ ഒരു മൈഗ്രേഷൻ, ഇവിടെ നിന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്ക് ചേക്കേറി പോകുന്ന ആളുകളുടെ എണ്ണം ഗണ്യമായിട്ട് കുറഞ്ഞു. കാരണം അവരിപ്പോൾ നാട്ടിൽ ജോലിക്ക് പോവുകയാണ്. നാട്ടിൽ ജോലി ചെയ്താൽ ഗൾഫിൽ ജോലി തന്നെ അത്രയുള്ള ഏകദേശം അവർക്ക് പൈസ കിട്ടുന്നുണ്ട്. പിന്നെ അവർ ഇന്നലെ പിന്നെ ഈ ഉടവരെയൊക്കെ ഇവിടെ ഇട്ടുണ്ട്. അവർ അന്യ നാട്ടിൽ ജോലിക്ക് പോകാനായിട്ട് യാതൊരു വിധത്തിൽ ആവശ്യമില്ല. Then strengthening the argument of അദ്ദേഹത്തിന് ലൂയിസ് ഫെയ് ആൻഡ് റാനിസ് 1961 അവർ പറയുന്നതാണ് എ 3-phase linkage between agriculture and industries. There is a linkage means connection ഉണ്ട്. In the first phase ഏതൊക്കെയാണ്? In the first phase of development, migration of surplus labor from agricultural sector to industrial sector will not cause any adverse effect on the agricultural output. ആദ്യത്തെ ഫേസിൽ കാർഷിക മേഖലയിൽ നിന്ന് കുറെ ആളുകൾ മൈഗ്രേറ്റ് ചെയ്തിട്ടെങ്കിലും മൊത്തത്തിലുള്ള ഉൽപാദനത്തിന് കാര്യമായിട്ടുള്ള ഒരു വ്യത്യാസം ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞില്ലേ, കാരണം എന്താണ്? കൂടുതൽ ആളുകൾ എക്സസ് ആണ് അവിടെ. മാർജിനൽ പ്രൊഡക്ടിവിറ്റി സീറോയാണ്. The second phase, when the labor migration from agriculture sector reaches a point where there is a negligible surplus labor, the marginal productivity of labor in the agriculture sector would start rising. അപ്പോൾ കുറെ ആളുകൾക്ക് പോയി കഴിഞ്ഞതിന് ശേഷം കാർഷിക മേഖലയിൽ മാർജിനൽ പ്രൊഡക്ടിവിറ്റി നേരത്തെ സീറോ ആയിരുന്നു വെച്ചത് കുറച്ച്, കാരണം കുറെ ആളുകൾ മൈഗ്രേഷൻ ചെയ്തു പോയി. ഇപ്പോൾ കാർഷിക മേഖലയിൽ ബാക്കിയുള്ള ആളുകളുടെ പിന്നെ മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഇറ്റ് വിൽ സ്റ്റാർട്ട് റൈസിങ്. ആൻഡ് ഇഫ് ദ ലേബർ മൈഗ്രേഷൻ കണ്ടിന്യൂസ് ബിയോണ്ട് ദിസ് പോയിന്റ് ദർ വുഡ് ബി എ ഡിക്ലൈൻ ഇൻ ദ ഔട്ട്പുട്ട് ഓഫ് ദി അഗ്രികൾച്ചർ. ഇനി എന്നിട്ടും വീണ്ടും യഥാർത്ഥത്തിൽ ആളുകൾ വീണ്ടും പട്ടണങ്ങളിലേക്ക് ചേക്കേറുകയാണെങ്കിൽ കാർഷിക മേഖലയുടെ ഔട്ട്പുട്ട് ഗണ്യമായിട്ട് കുറഞ്ഞു വരികയും ചെയ്യും. ഇതിനെ പറഞ്ഞത് ലൂയിസ് ടേണിംഗ് പോയിന്റ് എന്നാണ്. ആർതർ ലൂയിസ് അദ്ദേഹത്തിന്റെ പേര്, ലൂയിസ് ടേണിംഗ് പോയിന്റ് എന്നാണ് പറയുന്നത്. However, even at this stage there will be continued migration of labor. എന്നാലും ആളുകൾക്ക് പറഞ്ഞ പട്ടണത്തിൽ പോയി താമസിക്കാൻ നല്ല സ്കൂൾസ് ഉണ്ട്, പാർക്ക് ഉണ്ട്, എന്റർടൈൻമെന്റ് ഉണ്ട്, മറ്റേ സൗകര്യങ്ങളെല്ലാം ഉണ്ട്, നല്ല ഹോസ്പിറ്റലുകളുണ്ട്, നല്ല റോഡ് ഗതാഗതം, മനസ്സിലായ? ഈ ഗ്രാമത്തെ ചീവിടിന്റെ വെച്ചാൽ കൊതുകടിയും ഇതൊക്കെ ആയിട്ട് ഇത് ചെയ്യണം. നല്ല എഡ്യൂക്കേഷൻ, നല്ല മറ്റുള്ള, അപ്പൊ ഫാമിലിക്ക് തന്നെ കൂടുതലായിട്ട് ചെന്ന് താമസിക്കാനൊരു ഇഷ്ടം എന്താണ്? ഈവൻ അറ്റ് ദി സ്റ്റേജ് there will be continued migration of labor from the agricultural sector to the industrial sector. കാരണം എന്താണ്? നമുക്ക് ഈ വ്യവസായ മേഖലയിൽ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ വേജസ് കൂടുതലായിരിക്കും. അപ്പോൾ വേജ് ഇൻ ദ ഇൻഡസ്ട്രിയൽ സെക്ടർ, ഇപ്പോൾ കാർഷിക മേഖലയുടെ വേജും ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ വേജും ഏകദേശം തുല്യമാകുമ്പോൾ ഫർദർ ലേബർ ട്രാൻസ്ഫർ and the resulting growth of the economy will depend upon the technological progress and development of the India. അപ്പോൾ പിന്നീട് മനസ്സിലായോ, കാർഷിക മേഖലയിൽ കിട്ടുന്ന വേജും വ്യവസായ മേഖലയിൽ കിട്ടുന്ന വേജ് ഇതാണെങ്കിൽ, അപ്പോൾ കൂടുതൽ ഇനി വ്യവസായ മേഖലയിൽ വേജ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? കൂടുതൽ ടെക്നോളജി,
അല്ലെങ്കിൽ പിന്നെ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് മെത്തഡ് ഉപയോഗിച്ച് ഉൽപാദനം വർദ്ധിച്ചില്ലെങ്കിൽ കാർഷിക മേഖലയെക്കാട്ടിയും കുറവായിരിക്കും അവർക്ക് വേജ് കിട്ടുന്നത്. ഇനി ഇതറിഞ്ഞത്. ഇനി സൂൾസ്, they also maintain that the output in the economy can be increased by utilizing the surplus labor in the agricultural sector. എന്താണ്? ഒന്ന്, a situation in which there is migration of labor from the agricultural sector to industrial sector, thus causing an reduction in the output. നമുക്ക് അടുത്തുള്ള ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. താങ്ക് യു വെരി മച്ച്.